കർഷക തൊഴിലാളികളുടെയും ദളിത് ആദിവാസി വിഭാഗങ്ങളുടെയും വിശിഷ്യ പാവപ്പെട്ട ജനവിഭാഗങ്ങളുടെ ആകെയും ആവേശവും പ്രതീക്ഷയുമായ പ്രസ്ഥാനം കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയന്റെ മുഖമാസികയായ കർഷക തൊഴിലാളി ഏർപ്പെടുത്തിയ കേരള പുരസ്കാരവും കേരള സാഹിത്യ പുരസ്കാരങ്ങളും സമർപ്പിക്കുന്ന പുരസ്കാര സമ്മേളനം ആരംഭിക്കുകയാണ്. ക്ഷണിക്കപ്പെട്ട എല്ലാ ബഹുമാന്യ വ്യക്തിത്വങ്ങളെയും ഹൃദയപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. ഈ മഹത്തായ പുരസ്കാര സമ്മേളനത്തിൻ്റെ അധ്യക്ഷനായി കർഷക തൊഴിലാളി മാസികയുടെ ചീഫ് എഡിറ്റർ ശ്രീ MV ഗോവിന്ദൻ മാസ്റ്ററെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. സ്വാഗതം ആശംസിക്കുന്നതിനായി കർഷക തൊഴിലാളി മാസിക മാനേജർ ശ്രീ ആനാവൂർ നാഗപ്പനെ വിനയപൂർവ്വം ക്ഷണിക്കുകയാണ്. ശ്രീ വി ജോയ്, പ്രഭാവർമ്മ, PK ബിജു, CT കൃഷ്ണൻ, OS അംബിക, N രതീന്ദ്രൻ, K കോമളകുമാരി, ഇവർ ദയവ് ചെയ്ത് CB ദേവദർശൻ ഇവർ ദയവ് ചെയ്ത് സ്റ്റേജിലേക്ക് വരണമെന്ന് അഭ്യർത്ഥിക്കുക. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ സഖാവ് MV ഗോവിന്ദൻ മാസ്റ്റർ, കേരളത്തിൻ്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി, വേദിയിലുള്ള പ്രിയങ്കരനായ നേതാക്കന്മാരെ, വേദിയിലും സദസ്സിലുമുള്ള അഭിമന്യരായ ഗുരുജനങ്ങളെ, സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കേരള സംസ്ഥാന കർഷക തൊഴിലാളി യൂണിയൻ കർഷക തൊഴിലാളികൾ, തെങ്ങേറ്റ തൊഴിലാളികൾ, കോളനി നിവാസികൾ, പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളടക്കമുള്ള ദുർബല ജനവിഭാഗങ്ങളുടെ ഒട്ടാകെ സാമ്പത്തികവും സാമൂഹികവുമായ അവകാശ പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പ്രസ്ഥാനമാണ്. സംഘടനയുടെ മുഖമാസികയാണ് കർഷക തൊഴിലാളി മാസിക. ജാതി ജന്മി നാടുവാഴി വ്യവസ്ഥ നിലനിന്നിരുന്ന നാടായിരുന്നു ഇത്. ഇന്നത്തെ തലമുറക്ക് സങ്കല്പിക്കാൻ പോലും കഴിയാത്ത നിലയിലുള്ള വൃത്തികെട്ട ജാത്യാചാരങ്ങളും തൊട്ടുകൂടായ്മ അടക്കമുള്ള അനാചാരങ്ങളും അന്ധവിശ്വാസങ്ങളും നിറഞ്ഞതായിരുന്നു ഈ നാട്. ആദ്യമായി ഇതിനെതിരെ വിരൽ ചൂണ്ടിയത് കേരളത്തിലെ സാമൂഹ്യ നവോത്ഥാന പ്രസ്ഥാനങ്ങളായിരുന്നു. നവോത്ഥാന പ്രസ്ഥാനങ്ങൾ നടത്തിയ ഈ പോരാട്ടത്തെ വിപുലീകരിക്കാനും വർഗപരമായ വീക്ഷണത്തോടെ മുന്നോട്ട് കൊണ്ടുപോകാനും കേരളത്തിലെ കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിനും കർഷക പ്രസ്ഥാനത്തിനും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും ആയി. സാമൂഹിക പിന്നോക്കാവസ്ഥയ്ക്കെതിരായി സാമ്പത്തിക അവകാശങ്ങൾക്ക് വേണ്ടിയും കർഷക തൊഴിലാളി പ്രസ്ഥാനവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നടത്തിയ പ്രക്ഷോഭങ്ങളും പോരാട്ടങ്ങളും, ആ പോരാട്ടങ്ങളുടെ ഫലമായി കേരളം സാമൂഹ്യമായി ഇന്ത്യയിലെ മറ്റിതര സംസ്ഥാനങ്ങളിൽ നിന്ന് എത്രയോ മുന്നിലേക്ക് പരിവർത്തിക്കപ്പെടാനിടയായി. ജന്മിത്വ ഭൂപ്രഭുത്വം പൂർണ്ണമായും ഇല്ലാതായ ഒരു സംസ്ഥാനമാണ് കേരളം. കേരളത്തിൽ 57-ലും 67-ലും അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഗവൺമെൻറ്റുകളും കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ ഉജ്ജ്വലമായ സമര പോരാട്ടങ്ങൾക്കും കേരളത്തിൻ്റെ ജന്മിത്വത്തിൻ്റെ തായ്വേര് വെട്ടിയിറക്കാനും കേരളീയ സമൂഹത്തെ അനാചാരങ്ങളിൽ നിന്നും അന്ധവിശ്വാസങ്ങളിൽ നിന്നുമെല്ലാം ജന്മിത്വ സാമൂഹ്യ വ്യവസ്ഥയുടെ എല്ലാ വൃത്തികേടുകളിൽ നിന്നും മോചിപ്പിക്കാനും ഒരു വലിയ അളവോളം സാധ്യമായി എന്നത്
നമ്മളെല്ലാം ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിലെ വസ്തുതയാണ്. മാത്രമല്ല, സമൂഹത്തിൽ യാതൊരു അവകാശവും ഇല്ലാതിരുന്ന, ഏറ്റവും പിന്നോക്കം നിന്നിരുന്ന അങ്ങേയറ്റം അസംഘടിതരായ ഒരു ജനവിഭാഗത്തെ ഒട്ടാകെ സംഘടിപ്പിക്കാനും അവകാശബോധമുള്ളവരാക്കി മാറ്റാനും അവകാശങ്ങൾ പിടിച്ചു പറ്റാനും ഒരു സംഘടിത രാഷ്ട്രീയ ശക്തിയായി ഉയർത്തിക്കൊണ്ടുവരാനും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൂലി വാങ്ങുന്ന കൂലിവേലക്കാരുടെ നാടായി, കർഷക തൊഴിലാളികളുടെ നാടായി കേരളത്തെ മാറ്റാനും സാധ്യമായിട്ടുണ്ട് എന്നത് കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിന് അഭിമാനിക്കാൻ വകയുള്ള ചരിത്ര വസ്തുതയാണ്. ഇന്നത്തെ കേരളത്തെ പടുത്തുയർത്തുന്നതിൽ നിർണായകമായ പങ്കുവഹിച്ച കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ മാസികയായ കർഷക തൊഴിലാളി മാസിക ഈ നാട്ടിലെ പാവപ്പെട്ടവരുടെ, അശരണരുടെ, നിരാലംബരായ ജനവിഭാഗങ്ങളുടെ ജിഹ്വയാണ്. നിരന്തരം അവർക്ക് വേണ്ടി ശബ്ദിക്കുകയും അവരെ ആശയവൽക്കരിക്കാൻ പ്രയത്നിക്കുകയും ചെയ്യുന്ന കർഷക തൊഴിലാളി മാസിക കേരള പുരസ്കാരം ഏർപ്പെടുത്തുന്നത് രാജ്യത്ത് കർഷക തൊഴിലാളി ഐക്യം ശക്തിപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ്. ഫാസിസ്റ്റ് സ്വഭാവമുള്ള ഭരണകൂടം കർഷക ഇന്ത്യയുടെ അന്ത്യകൂദാശയ്ക്കൊരുങ്ങുമ്പോൾ ശക്തമായ പ്രതിരോധവും പ്രക്ഷോഭവും രാജ്യമാകെ പടർന്നു പിടിക്കുന്ന ഘട്ടമാണ്. ആ മുന്നേറ്റങ്ങൾക്ക് സാംസ്കാരികമായ പിന്തുണയും ആവശ്യമുണ്ട്. മലയാളത്തിൻ്റെ കലാസാഹിത്യ സാംസ്കാരിക മേഖലകളെ കൂടുതൽ സജീവമാക്കാനും ശക്തിപ്പെടുത്താനും കാർഷിക തൊഴിലാളി മാസിക ഏർപ്പെടുത്തുന്ന കേരള പുരസ്കാരവും കേരള സാഹിത്യ പുരസ്കാരവും സഹായകരമാവും എന്ന് പ്രത്യാശിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കടമയിലേക്ക് കടക്കുകയാണ്. ഈ യോഗത്തിന് അധ്യക്ഷം വഹിക്കുന്ന സർ എം വി ഗോവിന്ദൻ മാസ്റ്റർ, കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ അഖിലേന്ത്യാ വൈസ് പ്രസിഡന്റ്, മാസികയുടെ ചീഫ് എഡിറ്ററും കേരളത്തിലെ CPIഎമ്മിൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗവും സംസ്ഥാന സെക്രട്ടറിക്കും കൂടെ ആയിട്ടുള്ള സർ എം വി ഗോവിന്ദൻ മാസ്റ്ററെ കർഷക തൊഴിലാളി മാസികയ്ക്ക് വേണ്ടി ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന കേരളത്തിൻ്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി സാർ പിണറായി വിജയൻ, ആമുഖങ്ങളുടെ ആവശ്യമില്ല, കേരളത്തിലെ മനുഷ്യൻ്റെ ഹൃദയത്തിൽ ജീവിക്കുന്ന സഖാവ് പിണറായി വിജയനെ ഈ വേദിയിലേക്ക് അഭിമാനത്തോടെ ആദരവോടെ സ്വാഗതം ചെയ്യുന്നു. പ്രഥമ കേരള പുരസ്കാര ജേതാവ് സാർ VS അച്യുതാനന്ദനാണ്. കേരളത്തിൻ്റെ സമഗ്ര പുരോഗതിക്കും വളർച്ചയ്ക്കും സഹായകരമായ രാഷ്ട്രീയ സാമൂഹ്യ മേഖലകളിൽ പ്രവർത്തിച്ച ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിത്വത്തെ കണ്ടെത്തുന്നതിന് വേണ്ടി തീരുമാനിച്ച ജൂറിക്ക് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല. കേരളത്തിൻ്റെ സാമൂഹ്യ പുരോഗതിയിൽ വലിയ വ്യക്തിമുദ്ര പതിപ്പിച്ച, സമാനതകളില്ലാത്ത വിപ്ലവ ജീവിതത്തിൻ്റെ ഉടമയായ സാവ് VS അച്യുതാനന്ദനാണ് പ്രഥമ പുരസ്കാരം, കേരള പുരസ്കാരം സമർപ്പിക്കുന്നത്. ആരോഗ്യപരമായ കാരണങ്ങളാൽ അദ്ദേഹം ഇവിടെ എത്തിച്ചേർന്നിട്ടില്ല. ആ വിപ്ലവ ജീവിതത്തിന് ഞാൻ അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് പകരം ഏറ്റുവാങ്ങാൻ വേണ്ടി എത്തിയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ മകൻ സാർ വി അരുൺകുമാറിനെ അദ്ദേഹം സന്നിധനായിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. സാർ MA ബേബിയും സാർ A വിജയരാഘവനും എന്നിവിടെ പങ്കെടുക്കാമെന്ന് അറിയിച്ചതാണ്. ഡൽഹിയിൽ അത്യാവശ്യമുള്ള പരിപാടിയായതുകൊണ്ട് എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. അവർ സന്ദേശം അറിയിച്ചിട്ടുണ്ട്. രണ്ടാളുകളെയും PB അംഗങ്ങളായ രണ്ടുപേരെയും കർഷക തൊഴിലാളികളുടെ അഖിലേന്ത്യാ പ്രസിഡന്റ് കൂടിയായ സാർ വിജയരാഘവനടക്കമുള്ള സഹാക്കളെ സ്വാഗതം ചെയ്യും. കർഷക തൊഴിലാളി യൂണിയൻ്റെ സംസ്ഥാന പ്രസിഡന്റ് സാർ NR ബാലനെ ഞാൻ ആദരവോടെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യും. കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ ജനറൽ സെക്രട്ടറി സാർ N ചന്ദ്രനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുക. സാഹിത്യ പുരസ്കാരത്തിൻ്റെ അർഹരായ, കഥയ്ക്ക് ആ പുരസ്കാരത്തിന് അർഹമായ
സുരേഷ് പെരിശ്ശേരി ഇവിടെ എത്തിയിട്ടുണ്ട്. അദ്ദേഹത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. പ്രബന്ധരചനയിൽ തിരഞ്ഞെടുക്കപ്പെട്ട സഹ കെ രാജേന്ദ്രനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുവാൻ, കവിത ആ മേഖലയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീ അജിത് അരിയല്ലൂരിനെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രോത്സാഹന പുരസ്കാരത്തിന് അർഹമായ ഡോക്ടർ എ വി സതീഷ് കുമാർ, സൗ നീലിമ വാസവൻ, സൗ ശ്രീദേവി കേലാൽ എന്നിവരെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഈ പുരസ്കാര വിതരണ ചടങ്ങിന് ആശംസകൾ അർപ്പിക്കാൻ ഇവിടെ എത്തിയിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായ മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രനെ ഞാൻ ആദരവോടെ സ്വാഗതം ചെയ്യുകയാണ്. ഈ വേദിയിലുള്ള വി ജോയ് MLA, മേയർ ആര്യ രാജേന്ദ്രൻ, പ്രിയപ്പെട്ട പ്രഭാവർമ്മ, അശോകൻ ചെരുവിൽ, പ്രൊഫസർ കാർത്തികേയൻ നായർ, ആർ പാർവതി ദേവി, പ്രജിത് രാജ്, കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ മുൻ സെക്രട്ടറി CT കൃഷ്ണൻ, CB ദേവദർശൻ, OS അംബിക, N രതീന്ദ്രൻ, K ശശാങ്കൻ, P ബിജു എന്നിവരെ ഈ വേദിയിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ഈ സദസ്സിൽ ഒരുപാട് വ്യക്തിത്വങ്ങളുണ്ട്. പേരെടുത്ത് പറയാൻ അർഹരായവരാണ് മിക്കവാറും വലിയൊരു വിഭാഗം, എല്ലാവരും. ആരുടെയും പേരെടുത്ത് പറയുന്നില്ല. ഈ പരിപാടിയുമായി സഹകരിച്ച മുഴുവൻ ആളുകളെയും ഹൃദയംഗമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ ചുരുക്കട്ടെ. അഭിവാദ്യങ്ങൾ. നന്ദി. അധ്യക്ഷ പ്രസംഗത്തിനായി ശ്രീ MV ഗോവിന്ദൻ മാസ്റ്ററെ വിനയപൂർവ്വം ക്ഷണിക്കുന്നു. കേരള പുരസ്കാരം നൽകുന്നതും സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതും കേരളത്തിൻ്റെ ആരാധ്യനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ആണ്. ഇവിടെ സന്നിഹിതരായിട്ടുള്ള അവാർഡ് നേടിയിട്ടുള്ള സഖാവ് VS-ൻ്റെ മകൻ അരുൺ ഉൾപ്പെടെയുള്ള സാഹിത്യ കലാരംഗത്തെ പ്രമുഖരെ, കർഷക തൊഴിലാളി യൂണിയൻ്റെ സംസ്ഥാന സെക്രട്ടറി സഹവൻ ചന്ദ്രൻ, CPM-ൻ്റെ ജില്ലാ സെക്രട്ടറി സഖാവ് വി ജോയി, ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ രാമേന്ദ്രൻ കടന്നപ്പള്ളി, ശ്രീമതി ആര്യ രാജേന്ദ്രൻ, ശ്രീ പ്രഭാവർമ്മ, ശ്രീ അശോകൻ ചെരുവിൽ, പ്രൊഫസർ V കാർത്തികേയൻ നായർ, ഉൾപ്പെടെയുള്ള വേദിയിലെയും സദസ്സിലെയും പഴയകാല കർഷക തൊഴിലാളിയുടെയും ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെയും നേതാക്കൾ ഉൾപ്പെടെയുള്ള സഹോദരന്മാരെ, സഖാക്കളെ, കർഷക തൊഴിലാളി യൂണിയൻ്റെ അതിൻ്റെ ഏതാണ്ട് ആവിർഭാവ കാലം മുതൽ തന്നെ നല്ല രീതിയിൽ ഇന്ന് സർക്കുലേഷനുള്ള കർഷക തൊഴിലാളി മാസികയും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ പ്രസിദ്ധീകരണ രംഗത്ത് വരികയുണ്ടായിട്ടുണ്ട്. കർഷക തൊഴിലാളികൾ എന്ന് പറയുന്നത് കേരളത്തിൽ ഓരോ കൊല്ലം കഴിയുന്തോറും കുറഞ്ഞു വരികയാണ്. കർഷക തൊഴിലാളികൾ കുറയുകയും കർഷക തൊഴിലാളി യൂണിയൻ്റെ അംഗസംഖ്യ വർദ്ധിക്കുകയും ചെയ്യുന്നത്
പലപ്പോഴും പലരും ചർച്ചയ്ക്ക് വിധേയപ്പെടുത്താറുണ്ട്. കർഷക തൊഴിലാളികൾ മാത്രമല്ല, സമൂഹത്തിലെ ഏറ്റവും പിന്നണിയിൽ നിൽക്കുന്ന സാധാരണ അരികുവൽക്കരിക്കപ്പെട്ട എന്നൊക്കെ പറയുന്ന എല്ലാ മനുഷ്യരുടെയും ഒരു പൊതുപ്രസ്ഥാനം എന്ന രീതിയിലാണ് വർഗപ്രസ്ഥാനമായ കർഷക തൊഴിലാളി യൂണിയനെ കാണുന്നത്. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട, പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട മറ്റ് പിന്നോക്ക സമുദായവും മുന്നോക്ക സമുദായത്തിലെ പിന്നോക്ക ജനവിഭാഗവും ഉൾപ്പെടെ സാമൂഹ്യ ജീവിതത്തിൽ പിന്തള്ളപ്പെട്ടുപോയ ലക്ഷക്കണക്കിന് മനുഷ്യരുടെ നാക്കായിട്ടാണ് കർഷക തൊഴിലാളി യൂണിയനും കർഷക തൊഴിലാളി മാസികയും നിലകൊള്ളുന്നത്. ഒരു ഘട്ടത്തിൽ കർഷക തൊഴിലാളിയിൽ നിന്ന് അപ്പുറം കടന്ന് കോളനികളിൽ താമസിക്കുന്ന പാവപ്പെട്ട മനുഷ്യരെ കർഷക തൊഴിലാളി യൂണിയൻ്റെ മെമ്പർഷിപ്പിലേക്ക് കൊണ്ടുവരണം എന്ന് തീരുമാനിച്ചപ്പോൾ സംഘടനക്കകത്ത് തന്നെ വലിയ തർക്കമായിരുന്നു. എങ്ങനെയാണ് അവരെയെല്ലാം നമ്മുടെ സംഘടനയുടെ ഭാഗമാക്കുക? അപ്പോൾ നമ്മുടെ സഖാക്കൾ തന്നെ ഉദാഹരണമായിട്ട് പറഞ്ഞു, 1,00,000 വീട് കോളനിയിലേക്ക് അങ്ങ് പ്രവേശിക്കുമ്പോൾ തന്നെ ചീത്തയാണ്. കാരണം ഒരു വീട് 2 കുടുംബമാണ്, ഇരട്ട കുടുംബമാണ്. അത് തന്നെ പശ്ചാത്തലം സത്യം പറഞ്ഞാൽ പ്രശ്നം ഉണ്ടാകുന്നതാണ്. അവരാരും കർഷക തൊഴിലാളികളായിട്ടുമല്ല, പല ജോലികളിലും ഇടപെടുന്നവരാണ്. ജോലി ഉള്ളവരും ഇല്ലാത്തവരും ഒക്കെയാണ്. അപ്പോൾ ആ കോളനിക്കകത്തൊക്കെ കടന്നുപോയി മെമ്പർഷിപ്പ് ചേർക്കുക എന്ന് പറയുന്നത് നമുക്ക് സാധിക്കുന്നതാണോ എന്ന് സഖാക്കൾ ചോദിച്ചു. അന്ന് സഖാവ് എ കണാരേട്ടൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ അതിശക്തിയായി ഇടപെട്ട് അവരെല്ലാം നമ്മുടെ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാക്കി കൊണ്ടുവരേണ്ടതാണ്. ഈ ജനവിഭാഗങ്ങൾക്കെല്ലാം വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഒരു പ്രസ്ഥാനം എന്ന രീതിയിൽ കർഷക തൊഴിലാളി യൂണിയനാണ്. 1,00,000 വീട് കോളനി ആയാലും 4 സെൻറ്റ് കോളനി ആയാലും വളരെ ദുരിതപൂർണമായ ജീവിതം നയിക്കുന്ന ഈ പാവപ്പെട്ട മനുഷ്യൻ്റെ അത്താണിയായിട്ട് പ്രവർത്തിക്കാൻ ഈ സംഘടനയ്ക്ക് സാധിക്കണം എന്ന നിർബന്ധ ബുദ്ധിയുള്ള ഒരു സംഘടനാ ഇടപെടലിലൂടെയാണ് കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന ഈ ജനവിഭാഗങ്ങളെ മുഴുവൻ കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാക്കി മാറ്റിയത്. അങ്ങനെ കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് മാറിയിട്ടുള്ള ഈ അരികുവൽക്കരിക്കപ്പെട്ട പാവപ്പെട്ട ജനങ്ങൾ ഇന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിന് അഭിമാനത്തോടെ കാണാൻ കഴിയുന്നൊരു ചിത്രം ആ മേഖലയിലുള്ള ജനങ്ങളുടെ മാറ്റമാണ്. നമ്മളവിടെ മെമ്പർഷിപ്പ് തന്നെ ചേർക്കാൻ പോകാനാവാത്ത തരത്തിലുള്ള പ്രതിരോധമാണ്, പ്രയാസമാണ്, അത്തരത്തിലുള്ളൊരു ജീവിത രീതിയാണ് എന്നെല്ലാം പറഞ്ഞ് ഒഴിവാക്കിയിരുന്നുവെങ്കിൽ നമ്മുടെ ധാരണയിൽ അപ്പോഴേ നിൽക്കുന്നത് പോലെ നിൽക്കും. അവരിലും ഒരു കാര്യമായ മാറ്റമുണ്ടാക്കാൻ സാധിക്കുകയില്ല. ഒരു സംശയവും വേണ്ട. കർഷക തൊഴിലാളി യൂണിയൻ്റെ പ്രവർത്തകരായ ഞങ്ങൾക്കും കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് മാറി വന്ന ഈ ജനവിഭാഗങ്ങൾക്കും മൗലികമായ മാറ്റം വന്നു. സ്വഭാവ രീതിയിലുൾപ്പെടെ ജനകീയ ഇടപെടലുൾപ്പെടെ എല്ലാ തരത്തിലും ഒരു സംസ്കൃതി രീതി രൂപപ്പെടുത്താൻ കഴിഞ്ഞു. അത് വെറുതെ കഴിഞ്ഞതല്ല, വളരെ ഫലപ്രദമായ ഒരു ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് ആ ജനവിഭാഗങ്ങളെ ആകെ തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാക്കാനും അവരുടെ ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ ഏറ്റെടുക്കാനും നമുക്ക് സാധിച്ചത്. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മൾ ഏറ്റെടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം എന്താ? ആ മുദ്രാവാക്യം
കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ തന്നെ ബാനറിൽ മുന്നോട്ടേക്ക് വെച്ചു. കേരളത്തിലെ മുഴുവൻ ലക്ഷം വീട് കോളനികളും ഇരട്ട വീടുകൾ എന്നുള്ളത് മാറ്റി ഒറ്റ വീടാക്കണം എന്നതാണ്. പറയുമ്പോൾ ആദ്യം പ്രയാസമൊക്കെ ഉണ്ടായിരുന്നു. എങ്ങനെയാണത് അങ്ങനെ മാറുക എന്ന ചോദ്യം ഉണ്ടായിരുന്നു. എവിടെ കർഷക തൊഴിലാളി പ്രസ്ഥാനം സജീവമായിട്ട് ഈ മുദ്രാവാക്യം എടുത്തോ ആ എല്ലാ മേഖലയിലും കേരളത്തിൽ ലക്ഷം വീട് കോളനിയിലെ ഇരട്ട വീടുകൾ മുഴുവൻ ഒറ്റ വീടായിട്ട് മാറിയിട്ടുണ്ട്. ഒറ്റ വീട്, എല്ലാവർക്കും വീട്. അത് ലൈഫ് പദ്ധതി വരുന്നതിന് മുമ്പ് തന്നെ നടന്ന ഒരു പ്രക്രിയയാണ്. ഇങ്ങനെ ഏറ്റവും പിന്നണിയിൽ നിൽക്കുന്ന ജനവിഭാഗത്തിൻ്റെ അത്താണിയായി പ്രവർത്തിച്ച അവസാന ഘട്ടത്തെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. 1940 ദേശീയ പ്രസ്ഥാനം വർഗപ്രസ്ഥാനങ്ങൾക്ക് രൂപം നൽകി മുന്നോട്ടേക്ക് പോകുന്നതിൻ്റെ ആദ്യഘട്ടം. 1934 കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപീകരിച്ച് 35 കർഷക പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായിട്ട് പറശ്ശിനിക്കടവിൻ്റെ മറുകരയിൽ അവിടെ കർഷക സംഘം എന്ന സംഘടന രൂപീകരിച്ച് മലബാറിൽ പ്രവർത്തിക്കുമ്പോൾ അത് കൃഷിക്കാരൻ്റെയും കർഷക തൊഴിലാളിയുടെയും ഉൾപ്പെടെയുള്ള കർഷക ജനവിഭാഗത്തിൻ്റെ മൊത്തം സംഘടനയായിരുന്നു. എന്നാൽ 1935 രൂപം കൊണ്ട കർഷക സംഘം, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇവരെ എല്ലാം ഉൾക്കൊണ്ട് പ്രവർത്തിക്കുന്ന സന്ദർഭത്തിൽ ഇങ്ങ് തിരുവിതാംകൂറിൻ്റെ തിരുകൊച്ചിയുടെ ഭാഗമായി സ്വതന്ത്രമായിട്ട് വളർന്നു വന്ന ഒരു കർഷക തൊഴിലാളി വിഭാഗം ഉണ്ടായിരുന്നു. ഭൂബന്ധത്തിൽ വന്ന മാറ്റം കേരളത്തിൽ ഒരുപോലെയല്ല. ഈ മേഖലയിൽ വ്യത്യസ്തമായ രീതിയിലുള്ള മാറ്റം ഉണ്ടായിട്ടുണ്ട്. ആ മാറ്റത്തിൻ്റെ ഭാഗമായി അവിടെ കുടിയാനും കുടികിടപ്പുകാരനും അതുപോലെ തന്നെ ജന്മിയുമായിട്ടുള്ള നേരിട്ടുള്ള ബന്ധം, ഇവിടെ രാജവാഴ്ചയുടെ ഭാഗമായിട്ട് വന്ന മാറ്റങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ഉണ്ട് എന്നുള്ള കാര്യം വസ്തുതാപരമായിട്ട് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ സ്വതന്ത്രമായിട്ടുള്ള ഭൂബന്ധത്തിൽ വലിയ ഭൂമി കൈവശം വെക്കുന്ന ഭൂപ്രമാണിമാരും അവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് കർഷക തൊഴിലാളികളും ചേരുമ്പോഴാണ് തിരുവിതാംകൂർ തിരുകൊച്ചി മേഖലയിലെ കാർഷിക മേഖല. ഈ കാർഷിക മേഖലയിൽ പണിയെടുക്കുന്ന പാവപ്പെട്ട കർഷക തൊഴിലാളി, ആ തൊഴിലാളിക്ക് സ്വന്തമായിട്ട് കയറിക്കിടക്കാനിടമില്ല. കൂലി, അതുപോലെ തന്നെ വിവിധങ്ങളായിട്ടുള്ള അക്രമ പിരിവുകൾ, കൂലിയാൻ പോലെയുള്ള സംഭവങ്ങൾ, ഇതിനെല്ലാം എതിരായിട്ടുള്ള അതിശക്തിയായിട്ടുള്ള രോഷം, അതിൽ നിന്നാണ് 1940 ആകുമ്പോൾ കർഷക തൊഴിലാളി പ്രസ്ഥാനം ചരിത്രത്തിൻ്റെ ഭാഗമായി ആദ്യമായിട്ട് ആവിർഭവിക്കുന്നത്. ഈ കർഷക തൊഴിലാളി പ്രസ്ഥാനത്തെ സംഘടിപ്പിച്ചുകൊണ്ടാണ്, കർഷക തൊഴിലാളി പ്രസ്ഥാനം ശക്തിപ്പെടുത്തിക്കൊണ്ടാണ് സഖാവ് VS തൻ്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിക്കുന്നത്. 1957 ആഗസ്റ്റ് 15 നമ്മുടെ ഗവൺമെൻറ് രൂപം കൊണ്ടതിന് ശേഷം, ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് രൂപം കൊണ്ടതിന് ശേഷവും ഭൂബന്ധത്തിൽ വന്ന ഒരു പ്രധാനപ്പെട്ട മാറ്റം കുടികിടപ്പുകാരനെയും കൈവശ ഭൂമിക്കാരനെയും ഒഴിപ്പിക്കാൻ പറ്റില്ല എന്ന ഓർഡിനൻസ് വരികയും തുടർന്ന് നിൽക്കാൻ ഒരിടം നൽകുന്ന തൻ്റെടിയായ ഒരു ജനവിഭാഗത്തെ രൂപപ്പെടുത്താൻ ശ്രമിച്ച ആ ഘട്ടത്തിൻ്റെ തുടർച്ചയായി നമുക്കെല്ലാം അറിയുന്നത് പോലെ 60കളുടെ 67, 68, 69 ആ ഘട്ടമാകുമ്പോഴേക്ക് കാർഷിക മേഖലയിൽ നമുക്ക് കർഷക തൊഴിലാളി പ്രസ്ഥാനവും കർഷക പ്രസ്ഥാനവും വേറിട്ട രീതിയിൽ തന്നെ പ്രവർത്തിക്കേണ്ട അനിവാര്യതയിൽ നിന്നാണ് യഥാർത്ഥത്തിൽ സംസ്ഥാനാടിസ്ഥാനത്തിൽ കർഷക തൊഴിലാളി പ്രസ്ഥാനം രൂപം കൊള്ളുന്നത്. അതുവരെ കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ സജീവ കേന്ദ്രം ഞാൻ ഈ പറഞ്ഞ തിരുവിതാംകൂർ തിരുകൊച്ചി മേഖലയിലാണ്. പിന്നീട് സംസ്ഥാനാടിസ്ഥാനത്തിൽ കർഷക തൊഴിലാളി പ്രസ്ഥാനം രൂപം കൊണ്ട് വന്നു. ആ കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ തുടർച്ചയായ മുന്നോട്ടുള്ള യാത്രയിൽ നിന്നാണ് നമുക്കറിയാം ഭൂമി തരിശിടരുത് എന്ന മുദ്രാവാക്യം, ഭൂമി നികത്തരുത് എന്നുള്ള മുദ്രാവാക്യം. വെട്ടിനിരത്തിൽ പ്രശ്നമല്ല, ഇതിൻ്റെ ഭാഗമായിട്ട് വന്നതാണ്. ഞാനതിൻ്റെ ചരിത്രത്തിലേക്കൊന്നും കടക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ വർത്തമാന കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ഈ പാവപ്പെട്ട ജനങ്ങളുടെ എല്ലാം തന്നെ പ്രസ്ഥാനമായി ഇന്ന് കർഷക തൊഴിലാളി പ്രസ്ഥാനം പ്രവർത്തിക്കുകയാണ്. താഴെ തട്ടിൽ യൂണിറ്റ് തലം വരെ സംഘടനാ പ്രവർത്തനം നടത്താൻ ശേഷിയുള്ളൊരു സംഘടന എന്ന രീതിയിൽ കർഷക തൊഴിലാളി പ്രസ്ഥാനം സജീവമായിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടൊരു മുഖപത്രം എന്ന നിലയിൽ തന്നെയാണ് നമ്മുടെ കർഷക തൊഴിലാളി മാസിക പ്രവർത്തിക്കുന്നത്. ഇപ്പോഴും വർഷങ്ങളായി
നല്ല രീതിയിൽ മാസിക പ്രവർത്തനം നടക്കുന്നുണ്ട്. ലക്ഷക്കണക്കിന് കോപ്പി നമുക്ക് പ്രസിദ്ധീകരിക്കാൻ സാധിക്കുന്നുണ്ട്. സാധാരണ നിലയിലുള്ള ഒരു മാസിക എന്ന രീതിയിൽ മാത്രമല്ല, വർഗ കാഴ്ചപ്പാടോടുകൂടി വളരെ ഫലപ്രദമായി നമുക്ക് കർഷക തൊഴിലാളി മേഖലയിൽ പ്രസിദ്ധീകരിക്കാൻ സാധിക്കുന്ന തുടർച്ചയുള്ള ഒരു സംവിധാനമായി കർഷക തൊഴിലാളി മാസിക മാറിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് നമുക്ക് മറ്റു പലരും പല രീതിയിലുള്ള എൻറോൾമെൻറ്റും അതുപോലെ അവാർഡുകളും ഒക്കെ നടത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ പിന്നിൽ നിൽക്കുന്ന ഈ ജനവിഭാഗത്തിൻ്റെ വർഗപരമായ സംഘടന എന്ന രീതിയിൽ കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിന് എന്തുകൊണ്ട് ഒരു പുരസ്കാരം നമുക്കും കൃത്യമായിട്ട് കൈകാര്യം ചെയ്യാനാവില്ല എന്നതിൽ നിന്നാണ് കേരള പുരസ്കാരം എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പുരസ്കാരത്തെ സംബന്ധിച്ച് ആലോചിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ തീരുമാനിക്കപ്പെട്ട ജൂറി അതിൻ്റെ ഒന്നാമത്തെ കേരള പുരസ്കാരത്തിൻ്റെ ഉടമയാവാൻ അർഹതയാർക്കാണ് എന്ന ചോദ്യത്തിന് സംശയമില്ലാത്ത രീതിയിൽ ഏകണ്ഠമായി അത് സഖാവ് VS അച്യുതാനന്ദനാവണം എന്ന് തീരുമാനിക്കുകയും ചെയ്തത്. ഇന്നത്തെ കേരളത്തെ ഇന്നത്തെ രീതിയിൽ രൂപപ്പെടുത്തി വളർത്തിയെടുക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ വർഗപ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഉയർന്നു വന്ന കർഷക തൊഴിലാളി പ്രസ്ഥാനത്തെയും അതിൻ്റെ രാഷ്ട്രീയ നേതൃത്വവും എല്ലാം രൂപപ്പെടുത്തിയ ഏറ്റവും പ്രമുഖനായ കേരളത്തിലെ പാർട്ടി ഇടതുപക്ഷ രാഷ്ട്രീയ നേതാവ് എന്ന രീതിയിൽ തന്നെയാണ് ഈ പുരസ്കാരം, കേരള പുരസ്കാരം ആദ്യം സഖാവ് VSന് നൽകണം എന്ന് തീരുമാനിച്ചത്. അതിവിടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നൽകാൻ പോവുകയാണ്. ഇതിൻ്റെ ഒപ്പം തന്നെ മാസിക കേവലമായിട്ടുള്ള ഒരു കർഷക തൊഴിലാളി പ്രശ്നം മാത്രം കൈകാര്യം ചെയ്യുന്ന ഒരു മാസിക എന്ന രീതിയിലല്ല, കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനത്തിൻ്റെ അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളെ ഫലപ്രദമായിട്ട് അഡ്രസ്സ് ചെയ്യുമ്പോൾ തന്നെ മറ്റെല്ലാ തലങ്ങളിലും സർവതല സ്പർശിയായ മേഖലയിലെ പ്രശ്നങ്ങൾ, സാംസ്കാരിക പ്രശ്നങ്ങൾ, വിദ്യാഭ്യാസ പ്രശ്നങ്ങൾ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന ഒരു മാസിക എന്ന രീതിയിലാണ് കർഷക തൊഴിലാളി മാസിക പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് കേരള സാഹിത്യ പുരസ്കാരം ഇതിൻ്റെ ഒപ്പം തന്നെ നൽകണം എന്നും തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ടാണ് കഥയും അതുപോലെ തന്നെ ലേഖനങ്ങളും അതേപോലെ ചെറുകഥയും കവിതയും എല്ലാം ചേർത്തുകൊണ്ട് വിജ്ഞാനപ്രദമായ എല്ലാ മേഖലയെയും ഉൾപ്പെടുത്തിക്കൊണ്ട് അവർക്കും സമ്മാനം നൽകാൻ കഴിയണം, അവാർഡ് നൽകാൻ കഴിയണം എന്ന് തീരുമാനിച്ചു. അത് പരിശോധിച്ചപ്പോഴാണ് ആ 3 പേര് മാത്രമല്ല, അവരെ പ്രോത്സാഹിപ്പിക്കേണ്ട 3 പേര് കൂടിയുണ്ട് എന്ന് കണ്ട് 6 പേരെ അതിൻ്റെ അവരുടെ പേരെല്ലാം ഇവിടെ പറഞ്ഞിട്ടുണ്ട്, ഞാനതൊന്നും കടക്കുന്നില്ല, അവരെ അങ്ങോട്ട് തീരുമാനിച്ചത്. ഏതായാലും ഒന്നാമത്തെ പുരസ്കാരമാണ് എന്നുള്ളതുകൊണ്ട് തീർച്ചയായും ഇതൊരു ആദ്യത്തെ സംരംഭം. ആ സംരംഭം കേരളത്തിൻ്റെ ഏറ്റവും ബഹുമാന്യനായ പഴയ മുഖ്യമന്ത്രിയും ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും ഉജ്ജ്വലനായ നേതാവും കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ അതിൻ്റെ ആദ്യ പഥികനുമായിട്ടുള്ള സഖാവ് VS അച്യുതാനന്ദന് നൽകുന്ന ഈ പുരസ്കാരം ഇവിടെ സഖാവ് പിണറായി വിജയൻ തന്നെ CPIM-ൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗം, അതുപോലെ തന്നെ സുദീർഘകാലം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി, കേരളത്തിൻ്റെ 2 ടേമിൽ ചരിത്രത്തിലാദ്യമായിട്ട് 2 ടേം തുടരുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ തന്നെ നൽകണം എന്ന തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ പരിപാടി, പ്രൗഢഗംഭീരമായ ഈ ഒരു സദസ്സ് രൂപപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങളെല്ലാം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ പരിപാടിയുടെ ബാക്കി ഇവർ പറയും. കേരളത്തിൻ്റെ നായകൻ, പാവപ്പെട്ട ജനങ്ങളുടെ ക്ഷേമം ഉറപ്പുവരുത്തിക്കൊണ്ട് വിജ്ഞാന സമൂഹമായി മാറുന്ന ആധുനിക കേരള സൃഷ്ടിക്ക് ചുക്കാൻ പിടിക്കുന്ന ധീര നേതൃത്വം കേരളത്തിൻ്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവറുകളെ കേരള പുരസ്കാര സമ്മേളനം ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുന്നതിനായി ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. പ്രസംഗം കഴിഞ്ഞിട്ടാണ് പുരസ്കാര സമർപ്പണം. ആദ്യം മുഖ്യമന്ത്രിയുടെ വാക്കുകളിലേക്ക്. സഖാക്കളെ, സഹോദരി സഹോദരന്മാരെ, കേരള സംസ്ഥാന കർഷക തൊഴിലാളി യൂണിയൻ്റെ മുഖമാസികയായ കർഷക തൊഴിലാളി ഏർപ്പെടുത്തിയിട്ടുള്ള കേരള പുരസ്കാരം സഖാവ് VS അച്യുതാനന്ദന് സമർപ്പിക്കപ്പെടുകയാണ്. അതോടൊപ്പം ഇവിടെ പറഞ്ഞ രീതിയിൽ കേരള സാഹിത്യ പുരസ്കാരങ്ങളും വിതരണം ചെയ്യപ്പെടുന്നു. ആദ്യമേ തന്നെ പുരസ്കാര ജേതാക്കളെ ഹാർദമായി അഭിനന്ദിക്കട്ടെ.
1975 കർഷക തൊഴിലാളി മാസിക പ്രസിദ്ധീകരണം ആരംഭിക്കുന്നത്. ന്യൂസ് ലെറ്ററായി പ്രസിദ്ധീകരണം ആരംഭിച്ച മാസിക ഇന്ന് കെട്ടിലും മട്ടിലും മുഖ്യധാര മാസികകൾക്ക് ഒപ്പം നിൽക്കുന്ന ഒന്നായി മാറിയിട്ടുണ്ട്. കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും പ്രശ്നങ്ങൾ ജനശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിൽ മാത്രമല്ല മാസിക ശ്രദ്ധ പതിപ്പിക്കുന്നത്. എല്ലാ മേഖലകളിലെയും തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ കണ്ടെത്തുന്നതിലും അവ പൊതുജനസമക്ഷം അവതരിപ്പിക്കുന്നതിലും മാസിക ശ്രദ്ധ ചെലുത്തുന്നു. അതോടൊപ്പം സാഹിത്യ സൃഷ്ടികൾക്ക് നല്ല രീതിയിലുള്ള പ്രാധാന്യവും നൽകി വരുന്നുണ്ട്. നാടിൻ്റെ സാമൂഹിക സാംസ്കാരിക ഉത്കർഷത്തിൽ നല്ല രീതിയിൽ ശ്രദ്ധ പതിപ്പിക്കുന്ന ഒരു പ്രസിദ്ധീകരണമാണിത്. ഈ മാസിക ഏർപ്പെടുത്തിയിരിക്കുന്ന കേരള പുരസ്കാരം അതിൻ്റെ ആദ്യ ചീഫ് എഡിറ്ററായിരുന്ന സഖാവ് VS അച്യുതാനന്ദനാണ് സമർപ്പിക്കപ്പെടുന്നത്. കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിതം മെച്ചപ്പെടുത്തുന്നതിനായി സ്വജീവിതം തന്നെ മാറ്റിവെച്ച സഖാവ് VS അച്യുതാനന്ദൻ്റെ കൈകളിലേക്ക് ഈ പുരസ്കാരം എത്തിച്ചേരുന്നു എന്നതിൽ ഒരു ഔചിത്യ ഭംഗിയുണ്ട്. ഉജ്ജ്വലമായ പോരാട്ടങ്ങളുടെ ഇതിഹാസമാക്കി സ്വന്തം ജീവിതത്തെ മാറ്റിത്തീർത്ത ധീരനായ വിപ്ലവകാരിയാണ് സഖാവ് VS. ജനങ്ങൾക്കും നാടിനും വേണ്ടി സമർപ്പിക്കപ്പെട്ട ആ ജീവിതം ആധുനിക കേരളത്തിൻ്റെയും കേരളത്തിലെ വിപ്ലവ പ്രസ്ഥാനത്തിൻ്റെയും ചരിത്രവുമായി വേർതിരിക്കാനാവാത്ത വിധത്തിൽ ഇഴപണഞ്ഞു കിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ കേരള പുരസ്കാരത്തിന് എല്ലാവിധത്തിലും അർഹനായ വ്യക്തിയാണ് സഖാവ് VS. പോരാളി എന്ന നിലയിൽ, നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ, പ്രതിപക്ഷ നേതാവെന്ന നിലയിൽ, മുഖ്യമന്ത്രി എന്ന നിലയിൽ, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ അനിഷേധ്യ നേതാവെന്ന നിലയിൽ സഖാവ് VS നൽകിയ മഹത്തായ സംഭാവനകളുടെ കൂടി ഫലമാണ് ഇന്ന് നാം കാണുന്ന ആധുനിക കേരളം. ആ ജീവിതം എന്നും യാതനയുടെയും സഹനത്തിൻ്റെയും പീഡനത്തിൻ്റെയും അതിജീവനത്തിൻ്റെയും പാതകളിലൂടെയാണ് കടന്നു വന്നിട്ടുള്ളത്. 17 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമാകുന്നത്. 83 വർഷമായി പാർട്ടി അംഗമായി തുടരുകയാണ്. 83 വർഷമായി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗമായി തുടരുന്ന അധികം പേർ ലോകത്ത് തന്നെ ഉണ്ടാവില്ല. കർഷക തൊഴിലാളികളുടെയും കയർ തൊഴിലാളികളുടെയും ജീവിത ദൈന്യത്തെ നേരിട്ടറിഞ്ഞിട്ടുള്ള VS-ൽ എന്നും ഒരു നിസ്വപക്ഷപാതിത്വം നിറഞ്ഞു നിന്നിട്ടുണ്ട്. അദ്ദേഹം കമ്മ്യൂണിസ്റ്റായതിൻ്റെ പിന്നിലുള്ള രഹസ്യം ആ അനുഭവങ്ങൾ തന്നെയാണ്. 1964 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഭിന്നിപ്പുണ്ടായപ്പോൾ ദേശീയ കൗൺസിലിൽ നിന്ന് ഇറങ്ങിപ്പോന്ന് CPN രൂപീകരിച്ച 32 പേരിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏക നേതാവാണ് സഖാവ് VS. CPIM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിയായും പോളിറ്റ് ബ്യൂറോ അംഗമായും അദ്ദേഹം ഉയർന്നു. 1941 P. കൃഷ്ണപിള്ളയുടെ നിർദ്ദേശപ്രകാരം കുട്ടനാട്ടിലേക്ക് അദ്ദേഹം പോയത്. കേരളത്തിൻ്റെ നെല്ലറയായ കുട്ടനാട്ടിൽ 10,000-കണക്കിൽ കർഷക തൊഴിലാളികൾ ജന്മിമാർക്കും ഭൂപ്രഭുക്കന്മാർക്കും കീഴിൽ അന്നത്തെ കാലത്ത് അടിമകളെപ്പോലെ പണിയെടുത്തിരുന്ന അവസ്ഥയായിരുന്നു. അന്ന് കുട്ടനാട്ടിലെ കർഷക തൊഴിലാളികൾ 2 തരത്തിലുള്ള
അടിമത്തത്തിനും ചൂഷണത്തിനും വിധേയരായിരുന്നു. ഒന്ന് കൂലി അടിമത്തം, മറ്റൊന്ന് ജാതി അടിമത്തം. ഇവയുടെ അടിസ്ഥാനത്തിലുള്ള വിവേചനങ്ങൾക്കെതിരെ കർഷക തൊഴിലാളികളെ സംഘടിപ്പിക്കുക എന്നതായിരുന്നു VSൻ്റെ ചുമതല. തിരുവിതാംകൂർ കർഷക തൊഴിലാളി യൂണിയൻ എന്ന പേരിൽ സംഘടന രൂപീകരിച്ചായിരുന്നു ഈ പ്രവർത്തനങ്ങൾ നടത്തിയത്. കർഷക തൊഴിലാളികളുടെ അധ്വാനത്തിന് ആനുപാതികമായ കൂലിയും മറ്റവകാശങ്ങളും നൽകണമെന്നാവശ്യപ്പെട്ട് എണ്ണമറ്റ സമരങ്ങൾ കുട്ടനാടിൻ്റെ വിവിധ മേഖലകളിൽ ആ കാലത്ത് സംഘടിപ്പിക്കുന്നതിന് VS നേതൃത്വം നൽകി. അതിലൂടെ കർഷക തൊഴിലാളികളെ അവകാശബോധമുള്ളവരും സംഘടിത ശക്തിയുള്ളവരുമാക്കി മാറ്റുന്നതിൽ നേതൃത്വപരമായ പങ്കാണ് സഖാവ് VS വഹിച്ചത്. ആ VSൻ്റെ കൈകളിലേക്ക് കർഷക തൊഴിലാളി യൂണിയൻ മുഖമാസിക നൽകുന്ന പുരസ്കാരം എത്തിച്ചേരുന്നത് തീർത്തും ഉചിതം തന്നെയെന്ന് നേരത്തെ പറഞ്ഞത് ഇതുകൊണ്ടൊക്കെ തന്നെയാണ്. കേരള സംസ്ഥാന കർഷക തൊഴിലാളി യൂണിയൻ രൂപീകരിക്കാൻ ഇടയായതിൻ്റെ ചരിത്ര പശ്ചാത്തലം സഖാവ് ഗോവിന്ദൻ മാസ്റ്ററുടെ വിശദീകരിക്കുകയുണ്ടായി. കേരള സംസ്ഥാന കർഷക തൊഴിലാളി രൂപീകരിക്കപ്പെടുന്നത് 1968-ലാണ്. അതിനെ തുടർന്ന് മിച്ചഭൂമി സമരങ്ങൾ കർഷക തൊഴിലാളി യൂണിയൻ്റെ ഭാഗമായി വ്യാപിച്ചു. അടിയന്തരാവസ്ഥക്കാലത്ത് അതിനെതിരെയുള്ള ചെറുത്തുനിൽപ്പുകൾക്കും കർഷക തൊഴിലാളി യൂണിയൻ നേതൃത്വം നൽകി. അടിയന്തരാവസ്ഥ നിലനിൽക്കെയാണ് 1976-ൽ യൂണിയൻ്റെ സംസ്ഥാന സമ്മേളനം പാലക്കാട് സംഘടിപ്പിക്കപ്പെട്ടത്. അതിനൊക്കെ ശേഷമാണ് കർഷക തൊഴിലാളി യൂണിയൻ്റെ അംഗത്വത്തിൽ തന്നെ വലിയ കുതിച്ചുചാട്ടം ഉണ്ടായത്. ഈ അവസരത്തിൽ എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. കർഷക തൊഴിലാളികൾക്ക് വേണ്ടി രാജ്യത്താദ്യമായി ക്ഷേമ പെൻഷൻ ഏർപ്പെടുത്തിയത് നമ്മുടെ കേരളത്തിലാണ്. നടപ്പാക്കിയത് 1980-ൽ അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ. അന്ന് 10,000-കണക്കിന് കർഷക തൊഴിലാളികൾക്കാണ് പെൻഷൻ ലഭ്യമായത്. ഇന്ന് നമ്മുടെ ക്ഷേമ പെൻഷനുകൾ 60 ലക്ഷത്തോളം ആളുകൾക്ക് ലഭിക്കുന്നു. ഇതിവിടെ സൂചിപ്പിക്കാനുള്ള കാരണം ക്ഷേമ പെൻഷൻ എന്നത് ആരും സൗജന്യമായി വെച്ച് നീട്ടിത്തന്ന ഔദാര്യമല്ല എന്ന് പറയാൻ കൂടിയാണ്. എണ്ണമറ്റ പോരാട്ടങ്ങളുടെയും പുരോഗമന സർക്കാരുകളുടെ ഇടപെടലുകളുടെയും ഫലമായാണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ സാർവത്രിക ക്ഷേമ പെൻഷൻ നൽകുന്ന സംസ്ഥാനമായി കേരളം മാറിയത്. ക്ഷേമ പെൻഷനുകൾ ലഭ്യമാക്കാൻ ഇടപെട്ടതാര്? അവ മുടക്കാൻ തയ്യാറായതാര്? ഇതെല്ലാം സമൂഹത്തിനാകെ അറിയാവുന്നതാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഈ ഘട്ടത്തിൽ കടക്കുന്നില്ല. കർഷക തൊഴിലാളി കേരള സാഹിത്യ പുരസ്കാരങ്ങളും ഇന്ന് വിതരണം ചെയ്യപ്പെടുകയാണല്ലോ. മലയാള സാഹിത്യവും കർഷക തൊഴിലാളി പ്രസ്ഥാനങ്ങളും തമ്മിൽ അഭേദ്യമായ ബന്ധമാണുള്ളത്. നവോത്ഥാന പ്രസ്ഥാനങ്ങളുടെയും പുരോഗമന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെയും അടിത്തറയിലാണ് ഇവ രണ്ടും കെട്ടിപ്പൊക്കപ്പെട്ടത്. കർഷക തൊഴിലാളി സമരങ്ങൾക്ക് ആവേശം പകർന്ന നിരവധി സാഹിത്യരചനകൾ മലയാളത്തിൽ ഉണ്ടായിട്ടുണ്ട്. കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും മറ്റ് തൊഴിലാളി പ്രസ്ഥാനങ്ങളുടെയും മുന്നേറ്റങ്ങൾ മലയാളത്തിലെ സാഹിത്യ സൃഷ്ടികൾക്കും വിഷയമായിട്ടുണ്ട്. തകഴിയുടെ രണ്ടിടങ്ങഴിയും മറ്റും ഇതിൻ്റെ ഉദാഹരണവുമാണ്. ചുരുക്കി പറഞ്ഞാൽ സമൂഹത്തെ പുരോഗമനാത്മകമായി മുന്നോട്ട് നയിക്കുന്നതിന് ഉതകുന്ന പരസ്പര പൂരകങ്ങളായ ഇടപെടലുകളാണ് കേരളത്തിലെ സാഹിത്യ മേഖലയും തൊഴിലാളി പ്രസ്ഥാനങ്ങളും തമ്മിൽ ഉണ്ടായിട്ടുള്ളത്. ആ അന്തസ്സത്ത ഉൾക്കൊണ്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളാണ് കർഷക തൊഴിലാളി പോലെയുള്ള മാസികകൾ ഏറ്റെടുക്കുന്നത്. എല്ലാ ലക്കങ്ങളിലും മികച്ച സാഹിത്യ സൃഷ്ടികൾ ഉൾപ്പെടുത്താൻ കർഷക തൊഴിലാളിയുടെ പ്രസാധകർ ശ്രദ്ധിക്കാറുണ്ട്. അതിന് തുടർച്ചയായി വേണം
ഈ മാസിക ഏർപ്പെടുത്തിയിരിക്കുന്ന സാഹിത്യ പുരസ്കാരങ്ങളെയും കാണാൻ. സാഹിത്യ പുരസ്കാരങ്ങൾക്ക് അർഹരായ കെ രാജേന്ദ്രൻ, സുരേഷ് പേരിശ്ശേരി, ശ്രീജിത്ത് അരിയല്ലൂർ, ഡോക്ടർ എ വി സതീഷ് കുമാർ, കുമാരി നീലിമാവാസൻ, ശ്രീമതി ശ്രീദേവി കേലാൽ, ഇവരെയെല്ലാം ഹാർദമായി അഭിനന്ദിക്കട്ടെ. കേരള പുരസ്കാരം വി എസ് അച്യുതാനന്ദന് സമർപ്പിച്ചതായും കേരള സാഹിത്യ പുരസ്കാരങ്ങൾ വിതരണം ചെയ്തതായും പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സമ്മേളനം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി കൂടി അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യം. നന്ദി സർ. അടുത്തതായി 2 പ്രശംസാപത്ര അവതരണങ്ങളാണ്. കേരള പുരസ്കാരം പ്രശംസാപത്ര അവതരണത്തിനായി KSKTU സംസ്ഥാന ജനറൽ സെക്രട്ടറി ശ്രീ N. ചന്ദ്രനെ സന്തോഷപൂർവ്വം ക്ഷണിക്കുന്നു. ആദരണീയനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി, അധ്യക്ഷൻ സഖാവ് ഗോവിന്ദൻ മാസ്റ്റർ, വേദിയിലുള്ള വിശിഷ്ട വ്യക്തികളെ, വളരെ അഭിമാന പുരസ്സരമാണ് കർഷക തൊഴിലാളി മാസിക ഇത്തരമൊരു ചടങ്ങ് സംഘടിപ്പിക്കുന്നു. അതിൻ്റെ പ്രഥമ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ള സഖാവ് VS ഒരു മുഖവുരയോ പരിചയപ്പെടുത്തലോ ഒന്നും ആവശ്യമില്ലാത്ത കേരളീയ സമൂഹത്തിൽ ഉയർന്നു നിൽക്കുന്ന വ്യക്തിത്വമാണ്. 100 വർഷത്തിലേറെ കഴിഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ജീവിതം, അതിൻ്റെ സിംഹഭാഗവും പാവപ്പെട്ടവന് വേണ്ടിയുള്ള പോരാട്ടമായിരുന്നു. ഐതിഹാസികമായ സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തതാണ് സഖാവ് VS. ഇന്നത്തെ കേരളത്തിൻ്റെ രൂപീകരണത്തിൽ കമ്മ്യൂണിസ്റ്റ് കർഷക പ്രസ്ഥാനങ്ങൾക്കുള്ള ഏറ്റവും നിസ്തുലമായ പങ്ക് പറയുമ്പോൾ അതിൽ ഏറ്റവും തങ്കലിപികളാൽ എഴുതപ്പെട്ട പേരുകളിൽ ഒന്നാണ് സഖാവ് VSൻ്റെത്. അദ്ദേഹത്തിന് ഈ പുരസ്കാരം നൽകാൻ കഴിഞ്ഞതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു. കേരള സമൂഹത്തെ പുരോഗമനപരവും നവീനവുമാക്കി മാറ്റുന്നതിന് സാമൂഹ്യ, രാഷ്ട്രീയ, സാംസ്കാരിക, കലാസാഹിത്യ മേഖലകളിൽ സമഗ്ര സംഭാവനകൾ നൽകിയ വ്യക്തിക്ക് കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി യൂണിയൻ്റെ മുഖമാസികയായ കർഷക തൊഴിലാളി ഏർപ്പെടുത്തിയ കേരള പുരസ്കാരത്തിന് സഖാവ് VS അച്യുതാനന്ദൻ അർഹനായി അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. കർഷക തൊഴിലാളി മാസിക ഏർപ്പെടുത്തുന്ന കേരള സാഹിത്യ പുരസ്കാരം പ്രശംസാപത്ര അവതരണത്തിനായി KSKTU സംസ്ഥാന പ്രസിഡന്റ് ശ്രീ NR ബാലനെ ക്ഷണിക്കുന്നു. സഹാക്കളെ, കേരള സാഹിത്യ പുരസ്കാരം 2023 പ്രശംസാപത്രം പാവപ്പെട്ടവരുടെ മോചനത്തിനു വേണ്ടി സാഹിത്യ സാംസ്കാരിക മേഖലയുടെ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനായി ഏർപ്പെടുത്തിയ കേരള സാഹിത്യ പുരസ്കാരം 2023 കഥാവിഭാഗം ശ്രീ സുരേഷ് പെരിശ്ശേരി, കവിതാ വിഭാഗം ശ്രീ ശ്രീജിത്ത് അരിയന്നൂർ, പ്രബന്ധ വിഭാഗം ശ്രീ K. രാജേന്ദ്രൻ എന്നിവർ അർഹരായതായി പ്രഖ്യാപിക്കുന്നു. പ്രോത്സാഹന പുരസ്കാരം കഥാവിഭാഗം ഡോക്ടർ സതീഷ് കുമാർ, കവിതാ വിഭാഗം ശ്രീദേവി കേലാൽ, പ്രബന്ധ വിഭാഗം കുമാരി നീലിമാവാസൻ എന്നിവർ അർഹരായതായും അറിയിക്കുന്നു. നിങ്ങൾ നിന്ന സമരാങ്കണഭൂവിൽ നിന്നണിഞ്ഞ കവചങ്ങളുമായി വന്നു ഞങ്ങൾ മലനാട്ടിലെ മണ്ണിൽ നിന്നിതാ പുതിയ ചെങ്കൊടി. കനലെരിയും സമരപഥങ്ങൾ കയറി ഒരാൾ ഇന്നു വരുന്നേ. VS സമരോത്സുകതയും വിപ്ലവ വീര്യവും നിറഞ്ഞ ചെങ്കൊടി ചുവപ്പുള്ള 2 രാഷ്ട്രീയാക്ഷരങ്ങൾ. പശു മാതാവാണത്രേ. അപ്പൊ പശുവിന്റെ ഇണയായിട്ടുള്ള കാളയോ?
സ്വാമി വിവേകാനന്ദൻ ഭ്രാന്താലയമെന്ന് വിശേഷിപ്പിച്ച കേരളത്തെ പ്രബുദ്ധതയിലേക്ക് നയിച്ച സാമൂഹ്യ പരിഷ്കരണ പോരാട്ടങ്ങളുടെ തുടർച്ചയായി മാറിയ കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിന്റെ പ്രക്ഷോഭ വഴികളിൽ ജ്വലിച്ചു നിന്ന ജീവിതം. ഒരു മനുഷ്യൻ ജീവിച്ച 100 വർഷങ്ങളിൽ അതിന്റെ ഭൂരിഭാഗവും നീക്കിവെക്കപ്പെട്ടത് അടിച്ചമർത്തപ്പെട്ടവർക്കും അരികുവൽക്കരിക്കപ്പെട്ടവർക്കും ചൂഷണത്തിന് വിധേയരായവർക്കും വേണ്ടിയായിരുന്നു. പ്രകൃതി സംരക്ഷണമാണ് വികസനത്തിന്റെ ആദ്യ പാഠമെന്ന് ഉറക്കെ കലഹിച്ച് ബോധ്യപ്പെടുത്തിയ പാഠം നികത്തലായാലും സോഫ്റ്റ്വെയർ കുത്തകയായാലും അധ്വാനവർഗ നിലപാട് കാലത്തിന് മുമ്പേ തിരിച്ചറിഞ്ഞ് കലാപക്കൊടി നാട്ടിയ മാർക്സിസ്റ്റ് ബോധ്യം കർഷക തൊഴിലാളി യൂണിയൻ സ്ഥാപക പ്രസിഡന്റിന്, കർഷക തൊഴിലാളി മാസികയുടെ സ്ഥാപക ചീഫ് എഡിറ്റർക്ക്, 17-ാം വയസ്സിൽ തുടങ്ങി 100-ാം വയസ്സിലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമായി ജീവിക്കുന്ന അടിമുടി പോരാളിയായ മനുഷ്യന്, കേരളത്തിന്റെ മുൻ മുഖ്യമന്ത്രിക്ക്, വേലിക്കകത്ത് ശങ്കരൻ അച്യുതാനന്ദന് ഹൃദയാഭിവാദ്യങ്ങളോടെ സമർപ്പിക്കുന്നു പ്രഥമ കേരള പുരസ്കാരം നമ്മുടെ പ്രിയങ്കരനായ സഖാവ് VS അച്യുതാനന്ദൻ. കർഷക തൊഴിലാളി മാസിക ഏർപ്പെടുത്തുന്ന കേരള പുരസ്കാരം 1 ലക്ഷം രൂപയും ഉണ്ണിക്കാനായി രൂപകൽപ്പന ചെയ്ത ശില്പവും പ്രശംസാപത്രവും അടങ്ങുന്നതാണ്. പുരസ്കാര ജേതാവായ ശ്രീ VS അച്യുതാനന്ദൻ ആരോഗ്യപരമായ കാരണങ്ങളാൽ ഇവിടെ എത്തിച്ചേരാൻ സാധിക്കില്ലെന്ന് അറിയിച്ചിട്ടുണ്ട്. ത്യാഗനിർഭരമായ പോരാട്ടങ്ങളിലൂടെ കേരളത്തിന് മലയാളിക്ക് ദിശാബോധം പകർന്ന ധീരനായ വിപ്ലവകാരി, ഉജ്ജ്വലനായ കമ്മ്യൂണിസ്റ്റ്, സർവ്വ ആദരണീയനായ ശ്രീ VS അച്യുതാനന്ദന്റെ അഭാവത്തിൽ പുരസ്കാരം ഏറ്റുവാങ്ങാനായി അദ്ദേഹത്തിന്റെ മകൻ ഡോക്ടർ VA അരുൺകുമാറിനോട് അഭ്യർത്ഥിക്കുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ നിന്നും ഡോക്ടർ VA അരുൺകുമാർ പുരസ്കാരം ഏറ്റുവാങ്ങുകയാണ്. KSKTU പേരൂർക്കട ഏരിയ കമ്മിറ്റിയിലെ സൗഹൃദ നഗർ യൂണിറ്റ് സെക്രട്ടറി സഖാവ് ആദർശ് ശ്രീലകം വരച്ച VSന്റെ സമരഭരിതമായ ഓർമ്മകളിരമ്പുന്ന ചിത്രം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയിൽ നിന്നും VA അരുൺകുമാർ ഏറ്റുവാങ്ങും. ശ്രീ ആദർശ് ശ്രീലകത്തിനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. കഥാവിഭാഗത്തിൽ കേരള സാഹിത്യ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത് ശ്രീ സുരേഷ് പെരിശ്ശേരിയാണ്. കഥ ഒറ്റമുളയിണി. 40,001 രൂപയും ഫലകവും പ്രശംസാപത്രവും അടങ്ങുന്ന കേരള സാഹിത്യ പുരസ്കാരം ഏറ്റുവാങ്ങാൻ ശ്രീ സുരേഷ് പെരിശ്ശേരിയെ സന്തോഷപൂർവ്വം ക്ഷണിക്കുന്നു. കവിതാ വിഭാഗത്തിൽ ശ്രീജിത്ത് അരിയല്ലൂരാണ് കേരള സാഹിത്യ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത്. കവിത ഒരേ സീറ്റിൽ. 40,001 രൂപയും ഫലകവും പ്രശംസാപത്രവും അടങ്ങുന്ന പുരസ്കാരം ഏറ്റുവാങ്ങാൻ ശ്രീജിത്ത് അരിയല്ലൂരിനെ വേദിയിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുകയാണ്. ആദരണീയനായ മുഖ്യമന്ത്രിയിൽ നിന്നും പുരസ്കാരം ശ്രീജിത്ത് അരിയല്ലൂർ ഏറ്റുവാങ്ങും. പ്രബന്ധ വിഭാഗത്തിൽ ശ്രീ K രാജേന്ദ്രനാണ് കേരള സാഹിത്യ പുരസ്കാരത്തിന് അർഹനായിട്ടുള്ളത്. സ്വതന്ത്ര ഇന്ത്യയുടെ 75 വർഷങ്ങൾ എന്ന വിഷയത്തിലുള്ള രചനയ്ക്കാണ് പുരസ്കാരം. 40,001 രൂപയും ഫലകവും പ്രശംസാപത്രവും അടങ്ങുന്ന പുരസ്കാരം ഏറ്റുവാങ്ങാൻ ശ്രീ K രാജേന്ദ്രനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. ഇനി വിതരണം ചെയ്യാൻ പോകുന്നത് പ്രോത്സാഹന പുരസ്കാരങ്ങളാണ്. കഥാവിഭാഗത്തിൽ പ്രോത്സാഹന പുരസ്കാരം ഏറ്റുവാങ്ങാൻ ഡോക്ടർ AV സതീഷ് കുമാറിനെ വിനയപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. കഥാവിഭാഗത്തിൽ പ്രോത്സാഹന പുരസ്കാരം ഏറ്റുവാങ്ങാൻ ഡോക്ടർ AV സതീഷ് കുമാറിനെ വിനയപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. കവിതാ വിഭാഗത്തിൽ പ്രോത്സാഹന പുരസ്കാരം ഏറ്റുവാങ്ങാൻ ശ്രീമതി ശ്രീദേവി K ലാലിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. കവിതാ വിഭാഗത്തിൽ പ്രോത്സാഹന പുരസ്കാരത്തിന് അർഹയായിട്ടുള്ളത്
ശ്രീമതി ശ്രീദേവി കേലാലാണ്. ശ്രീമതി ശ്രീദേവി കേലാലിനെ സ്നേഹപൂർവ്വം പുരസ്കാരം ഏറ്റുവാങ്ങാൻ ക്ഷണിക്കുകയാണ്. പ്രബന്ധ വിഭാഗത്തിൽ പ്രോത്സാഹന പുരസ്കാരം ഏറ്റുവാങ്ങാൻ കുമാരി നീലിമ വാസനെ വിനയപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുകയാണ്. കേരള പുരസ്കാര ഫലകങ്ങൾ രൂപകൽപ്പന ചെയ്ത ഉണ്ണി കാനായിയെ ഈ അവസരത്തിൽ നന്ദിയോടെ ഓർമ്മിക്കുന്നു. ഈ മഹത്തായ പുരസ്കാര ചടങ്ങ് സാന്നിധ്യം കൊണ്ട് സമ്പന്നമാക്കിയ കേരളത്തിന്റെ ആദരണീയനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർക്ക് KSK ടീമിന്റെ പേരുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. മുഖ്യപ്രഭാഷണം നിർവഹിക്കുന്ന കേരള പുരസ്കാരം ജൂറി ചെയർമാൻ ശ്രീ MA ബേബി ഡൽഹിയിൽ നിന്നും ഈ ചടങ്ങിൽ പങ്കാളിയാവുകയാണ്. കേരള പുരസ്കാര നിർണയ ജൂറിയിൽ ശ്രീ MA ബേബിയുടെ കൂടെ പ്രൊഫസർ PK മൈക്കിൾ തരകനും ശ്രീ ND സുധീറുമാണ് ഉണ്ടായിരുന്നത്. പുരസ്കാര സമ്മേളനത്തെ ഓൺലൈനിലൂടെ ശ്രീ MA ബേബി അഭിസംബോധന ചെയ്യുന്നു. കാർഷിക മേഖലയിലെ ഉശിരൻ സമരസംഘടനയായ കർഷക തൊഴിലാളി യൂണിയന്റെ കേരള സംസ്ഥാന കമ്മിറ്റിയുടെ പ്രസിദ്ധീകരണമായിട്ടുള്ള കർഷക തൊഴിലാളി മാസിക പുതുതായി ഒരു അവാർഡ് ഏർപ്പെടുത്തിയിരിക്കുകയാണ്. വ്യത്യസ്ത മേഖലകളിൽ അമൂല്യമായ സംഭാവനകൾ നൽകിയവരെ ആദരിക്കാൻ വേണ്ടി ഈ പുരസ്കാരം ആർക്കു നൽകണം എന്ന് നിശ്ചയിച്ചു കൊടുക്കാൻ ഞാൻ ഉൾപ്പെടുന്ന ഒരു പുരസ്കാര നിർണയ സമിതിയെയാണ് ഇതിൻ്റെ ചുമതലക്കാർ ഉത്തരവാദിത്വം ഏൽപ്പിച്ചത്. കേരളത്തിലെയും ഇന്ത്യയിലെയും കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിന് അടിത്തറ പാകിയ, ഇന്ത്യയിലെ തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ തന്നെ സമുന്നത നേതാവായി മാറിയ, പിന്നീട് അതിപ്രഗത്ഭമായി കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതൃത്വ സ്ഥാനവും മുഖ്യമന്ത്രി സ്ഥാനവും ഒക്കെ ഏറ്റെടുത്ത് നമ്മുടെ നാടിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമായി തീർന്ന VS അച്യുതാനന്ദനാണ് ഈ പുരസ്കാരം നൽകുന്നതിന് പ്രൊഫസർ മൈക്കിൾ തരകനും ശ്രീ ND സുധീറും ഞാനും ഉൾക്കൊള്ളുന്ന പുരസ്കാര നിർണയ സമിതി തീരുമാനിച്ചത്. കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ കേരളത്തിലെ ഏറ്റവും മുതിർന്ന എക്കാലത്തെയും നേതാവാണ്, പോരാളിയാണ് VS അച്യുതാനന്ദൻ എന്ന് എല്ലാവർക്കും അറിയാം. ഒരു 4 പതിറ്റാണ്ട് മുമ്പാണ് VS അച്യുതാനന്ദൻ CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുമ്പോൾ ഒരു ഇളമുറക്കാരനായി യുവജന രംഗത്ത് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന എന്നെ കൊച്ചിയിൽ നടന്ന പാർട്ടിയുടെ സംസ്ഥാന സമ്മേളനം സംസ്ഥാന കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുത്തത്. അന്ന് മുതൽ VS സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള പാർട്ടി കമ്മിറ്റിയിൽ പ്രവർത്തിക്കാനും അദ്ദേഹവുമായിട്ട് ഒരുപാട് അടുത്തിടപഴകാനും എനിക്ക് അവസരം കിട്ടി. പിന്നീട് 2006-ൽ VS മുഖ്യമന്ത്രിയായിട്ടുള്ള ഗവൺമെന്റിൽ വിദ്യാഭ്യാസ സാംസ്കാരിക വകുപ്പുകളുടെ ചുമതല നിർവഹിക്കാനും എനിക്ക് ഒരുപക്ഷെ അനർഹമായി അവസരമുണ്ടായി. ഈ സന്ദർഭങ്ങളെല്ലാം VS-നെ വളരെ അടുത്ത് നിന്നുകൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുകയായിരുന്നു ഞാൻ. VS-ന്റെ നേതൃത്വ പാടവം, സാധാരണ ജനങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിബദ്ധത, ഇതൊക്കെ മനസ്സിലാക്കാൻ പാർട്ടി നേതാവായ VS-നെയും മുഖ്യമന്ത്രിയായ VS-നെയും അടുത്തുനിന്ന് വീക്ഷിച്ചപ്പോൾ എനിക്ക് ഒരു പരിധിവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞു. VS-ന് ഈ പുരസ്കാരം നൽകുവാൻ തീരുമാനിച്ച സമിതിയിൽ പ്രവർത്തിക്കാൻ കഴിഞ്ഞത് അഭിമാനമായി ഞാൻ കരുതുന്നു. VS-ന് ആരോഗ്യത്തോടുകൂടി ഇനിയും ഒരുപാട് കാലം നമുക്കൊപ്പം ഉണ്ടാകാൻ കഴിയട്ടെ
എന്ന സ്നേഹാശംസകൾ ഈ നവവത്സരാവസരത്തിൽ അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. അഭിവാദനങ്ങൾ. നന്ദി. അഖിലേന്ത്യാ കർഷക തൊഴിലാളി യൂണിയൻ പ്രസിഡന്റ് ശ്രീ എ വിജയരാഘവനും ഡൽഹിയിൽ നിന്നാണ് നമ്മളോടൊപ്പം ചേരുന്നത്. അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. KTU പ്രസിദ്ധീകരിക്കുന്ന കർഷക തൊഴിലാളി മാസിക അതിൻ്റെ പ്രഥമ കേരള പുരസ്കാരവും സാംസ്കാരിക മേഖലയിൽ നല്ല രചനകൾ നിർവഹിച്ചവർക്കുള്ള കേരള സാഹിത്യ പുരസ്കാരവും സംബന്ധിച്ച് അതിനർഹരായ പ്രമുഖ വ്യക്തികളുടെ പേരുകൾ നേരത്തെ തന്നെ പ്രസിദ്ധീകരിച്ചതാണ്. പ്രഥമ കേരള പുരസ്കാരം കേരളത്തിൻ്റെ ഒരു നൂറ്റാണ്ട് നീണ്ട സമര സംഘർഷങ്ങളിലെ ഏറ്റവും തിളങ്ങുന്ന വ്യക്തിത്വങ്ങളിൽ ഒന്നായ കേരളത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി കൂടിയായ കർഷക തൊഴിലാളി യൂണിയന്റെ മുൻ സംസ്ഥാന പ്രസിഡന്റായി പ്രവർത്തിച്ചിട്ടുള്ള സഖാവ് VS അച്യുതാനന്ദനാണ് നൽകിയിട്ടുള്ളത്. കഴിഞ്ഞ നൂറ്റാണ്ട് കണ്ട കേരളീയ സാമൂഹ്യ മുന്നേറ്റങ്ങളിൽ എല്ലാം തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കുവഹിച്ചിട്ടുള്ള നേതാവായിരുന്നു സഖാവ് VS. ജന്മിത്ത വിരുദ്ധ സമരത്തിൽ, സാമ്രാജ്യത്വ വിരുദ്ധ സമരത്തിൽ ഏറ്റവും അധസ്ഥിതനായ കർഷക തൊഴിലാളിയെ സാമൂഹ്യ മുന്നേറ്റത്തിൻ്റെ സമര ചുവടുവെപ്പുകൾ പഠിപ്പിച്ച് ആത്മവിശ്വാസം നൽകിയ പോർമുഖങ്ങളിൽ നിറഞ്ഞു നിന്ന സഖാവ് VS കേരളത്തിലെ പണിയെടുക്കുന്ന മനുഷ്യൻ്റെ പോരാട്ട വീരത്തിൻ്റെ ഏറ്റവും വലിയ പ്രതീകമാണ്. അദ്ദേഹത്തിന് ഈ അവാർഡ് സമ്മാനിക്കുമ്പോൾ വരും ദിവസങ്ങളിൽ കാർഷിക തൊഴിലാളികളുടെ സമരങ്ങൾ കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലാകെ വളരാനും വ്യാപിക്കാനും കൂടുതൽ ഉയരങ്ങളിലേക്ക് നീങ്ങാനുമുള്ള സന്ദേശമാണ് നൽകുന്നത്. ആ നിലയിൽ സഖാവ് VSന് ഈ അവാർഡ് നൽകിയതിൽ ഇതിൻ്റെ സംഘാടകരെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. കേരളത്തിൻ്റെ സാമൂഹ്യ മേഖലയിൽ വിശേഷിച്ച് സാംസ്കാരിക രംഗത്ത് വലിയ ഇടപെടലുകൾ അനിവാര്യമായ ഒരു സന്ദർഭമാണ്. നമ്മുടെ സാംസ്കാരിക മേഖലയ്ക്ക് നേരെയുള്ള വലതുപക്ഷ വർഗീയ കടന്നാക്രമണങ്ങളുടെ കാലത്ത് പ്രതിരോധത്തിൻ്റെ രചനകൾ തീർത്തവരെയാണ് കർഷക തൊഴിലാളി മാസിക അംഗീകാരം നൽകി, അവാർഡ് നൽകി അംഗീകരിച്ചിട്ടുള്ളത്. തീർച്ചയായും ഈ അവാർഡ് ലഭിച്ച ആളുകൾക്ക് നമ്മുടെ സമൂഹത്തിന് വേണ്ടി കൂടുതൽ മികച്ച നിലയിൽ രചനകളിൽ ഏർപ്പെടാനുള്ള ഒരു പ്രോത്സാഹനമാണ് ഈ അവാർഡ് എന്നാണ് ഞാൻ കരുതുന്നത്. അവരെ എല്ലാം ഈ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. കർഷക തൊഴിലാളി മാസിക കേരളത്തിലെ കാർഷിക തൊഴിലാളി രംഗത്ത് പുതിയ വായനക്കാരെ സൃഷ്ടിച്ച ഒരു പ്രസിദ്ധീകരണമാണ്. മികവാർന്ന നിലവാരം പുലർത്തിക്കൊണ്ട് ഈ മേഖലയിലെ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്ന പ്രസിദ്ധീകരണമാണ്. കൂടുതൽ നല്ല നിലയിൽ പാവപ്പെട്ട മനുഷ്യൻ്റെ സമരങ്ങളെയും പോരാട്ടങ്ങളെയും പൊതുബോധത്തെയും മികവിലേക്ക് ഉയർത്താനും അവരുടെ പ്രതിരോധത്തിൻ്റെ കരുത്ത് വർദ്ധിപ്പിക്കാനും മാസികയ്ക്ക് കഴിയട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നന്ദി. കേരള സാഹിത്യ പുരസ്കാരം കഥാവിഭാഗത്തിന്റെ ജൂറി ചെയർമാൻ ശ്രീ അശോകൻ ചെരുവിലായിരുന്നു. അംഗങ്ങളായി അദ്ദേഹത്തിന്റെ കൂടെ ഉണ്ടായിരുന്നത് ശ്രീമതി R രാജശ്രീയും ശ്രീ MK മനോഹരനുമായിരുന്നു. ഈ വേദിയിൽ ആശംസ അർപ്പിക്കാനായി ശ്രീ അശോകൻ ചെരുവിലിനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്ന പ്രിയപ്പെട്ട MV ഗോവിന്ദൻ മാഷ്, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയും പുരസ്കാരങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്ത ബഹുമാന്യനായിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ആരാധ്യനായിട്ടുള്ള കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ, വേദിയിലും സദസ്സിലും ഇരിക്കുന്ന മറ്റ് നേതാക്കന്മാരെ, സുഹൃത്തുക്കളെ, സഖാക്കളെ, കഥാപുരസ്കാര നിർണയ സമിതിയുടെ ചെയർമാൻ എന്നുള്ള നിലയിലാണ് ഞാൻ ഈ സമ്മേളനത്തിൽ പങ്കാളിയാവുന്നത്. പക്ഷേ അതോടൊപ്പം തന്നെ ഈ പുരസ്കാരം നൽകുന്ന കേരള കർഷക തൊഴിലാളി യൂണിയൻ്റെ മുഖമാസികയായിട്ടുള്ള കർഷക തൊഴിലാളി മാസികയുടെ അതിലെ ഒരു സ്ഥിരം എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ കൂടി ഈ സമ്മേളനത്തിൽ പങ്കെടുക്കാൻ എനിക്ക് വലിയ അഭിമാനമുണ്ട്. നേരത്തെ
ഗോവിന്ദ മാഷ് സൂചിപ്പിച്ചത് മാസികയ്ക്ക് ലക്ഷക്കണക്കിന് കോപ്പികളുടെ സർക്കുലേഷൻ ഉണ്ട് എന്നുള്ളതാണ്. വാസ്തവത്തിൽ ഈ ലക്ഷം കോപ്പി സർക്കുലേഷൻ എന്നൊക്കെ പറയുന്നത് പ്രിൻ്റ് മീഡിയയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഒരു വലിയ അത്ഭുതം തന്നെയാണ്. മാത്രമല്ല ആ പ്രസിദ്ധീകരണം അതിൽ ഞാൻ നിരന്തരമായി എഴുതാൻ കാരണം ഗോവിന്ദ മാഷ്ടയും അതുപോലെ തന്നെ പ്രീതിരാജിൻ്റെയൊക്കെ തന്നെ എന്നോടുള്ള പരിഗണനയുടെയും സ്നേഹത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടാണ്. അത്രയേറെ കേരളം മുഴുവൻ അറിയപ്പെടുന്ന, പ്രത്യേകിച്ചും അടിസ്ഥാന ജനവിഭാഗത്തിൻ്റെ കൈകളിൽ എത്തിച്ചേരുന്ന ഒരു മാസികയിൽ എഴുതാൻ കഴിയുക എന്നുള്ളത് വസ്തുത്തിൽ എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനമാണ്. അപ്പോൾ ഈ മാസികയുടെ ആ സർക്കുലേഷൻ മാത്രമല്ല, മറിച്ച് നേരത്തെ സൂചിപ്പിച്ച പോലെ അതിൻ്റെ ഉള്ളടക്കം, അതിൽ വരുന്ന ലേഖനങ്ങൾ, സമൂഹത്തെ സംബന്ധിച്ചുള്ള, സാമൂഹ്യ പരിവർത്തനത്തെ സംബന്ധിച്ചുള്ള അത് മുന്നോട്ട് വയ്ക്കുന്ന കാഴ്ചപ്പാടുകൾ, ഒപ്പം തന്നെ മികച്ച സാഹിത്യ സൃഷ്ടികൾ, അതൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു മാസികയാണ്. എല്ലാ വിഭാഗം ജനങ്ങളിൽ എത്തുന്നുണ്ട്. പക്ഷേ സാമാന്യ ജനങ്ങൾ വായിക്കുന്ന, ജനങ്ങളുടെ ഇടയ്ക്ക് എത്തുന്ന ഒരു മാസിക എന്നുള്ള നിലയിൽ അതിനേക്കാളൊക്കെ എത്രയോ പ്രചാരം കുറഞ്ഞ മറ്റു മാസികകൾക്കൊപ്പം ഒരു മുഖ്യധാര മാസിക എന്നുള്ള നിലയ്ക്ക് നമ്മുടെ സമൂഹത്തിൽ അതിന് ഒരു പരിഗണന കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് പരിശോധിക്കേണ്ടതുണ്ട്. അതിന് ആവശ്യമായ സംവിധാനങ്ങൾ കൂടി നടത്തണമെന്നാണ് അതിലൊരു എഴുത്തുകാരൻ എന്നുള്ള നിലയിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇപ്പോൾ ആ മാസിക എത്തിച്ചേരുന്ന ഗ്രാമങ്ങളിൽ, പ്രാദേശിക മേഖലയിലൊക്കെ തന്നെ അതിലെ ഓരോ സന്ദർഭത്തിലെയും അതിലെ വിഷയങ്ങളെ സംബന്ധിച്ച്, അതുപോലെ തന്നെ കർഷകരും കർഷക തൊഴിലാളികളും ഉപയോഗിക്കുന്ന ജീവൽ പ്രശ്നങ്ങളെ സംബന്ധിച്ചൊക്കെ തന്നെ കൂടിയിരുന്ന് ആലോചിക്കുന്ന ഒരു സ്റ്റഡി സർക്കിൾ ഈ മാസികയായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നത് നന്നായിരിക്കും. മാസികയ്ക്ക് പുറത്തേക്കും തന്നെ ഈ ആശയങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അത് ഉപകാരപ്പെടും എന്നാണ് എനിക്ക് തോന്നുന്നത്. കർഷക തൊഴിലാളി മാസികയുടെ, പ്രത്യേകിച്ചും കർഷക തൊഴിലാളി പ്രസ്ഥാനത്തിൻ്റെ പുരസ്കാരം ലഭിക്കുക എന്ന് പറയുന്നത് മറ്റേതൊരു പുരസ്കാരത്തേക്കാൾ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് ഇന്നത്തെ നമ്മുടെ ഈ സാഹിത്യ പുരസ്കാരത്തിൻ്റെ ജേതാക്കൾ തീർച്ചയായിട്ടും കരുതുന്നുണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നു. നേരത്തെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട എം വി ഗോവിന്ദൻ മാഷും ഒക്കെ തന്നെ സൂചിപ്പിക്കുകയുണ്ടായി. സംസ്കാരവും പ്രത്യേകിച്ച് സാഹിത്യവും ഒക്കെയായിട്ടുള്ള കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും ബന്ധം, വാസ്തവത്തിൽ കലയുടെയും സാഹിത്യത്തിൻ്റെയും അടിസ്ഥാനമായിട്ടുള്ളൊരു സംഗതി മനുഷ്യാനുഭവങ്ങളാണ്. അപ്പോൾ മനുഷ്യാനുഭവങ്ങളുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട രംഗവേദി എന്നുള്ള നിലയ്ക്കാണ് കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും ജീവിതം, സാഹിത്യം എല്ലാ കാലഘട്ടത്തിലും പരിഗണിച്ചിട്ടുള്ളത്. ഇന്ത്യൻ സാഹിത്യത്തിൽ തന്നെ ഏറ്റവും മികച്ച കൃതികൾ കർഷകരുടെയും കർഷക തൊഴിലാളികളുടെയും ജീവിതം ആവിഷ്കരിച്ചവയാണ്. ആ കർഷക തൊഴിലാളികളുടെ ജീവിതം ആവിഷ്കരിച്ച കേരളത്തിലെയും സമുന്നതമായ കൃതികളെ നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. രണ്ട് കാലഘട്ടത്തിലാണ് എഴുതപ്പെട്ടെങ്കിലും രണ്ടിടങ്ങഴിയും. പിന്നീട് ഒരു കാലഘട്ടത്തിൽ കർഷക തൊഴിലാളികളുടെ ഏതാണ്ട് 70കളിലെയൊക്കെ തന്നെ പ്രശ്നങ്ങൾ സമുജ്വലമായി ആവിഷ്കരിക്കുന്ന AP കളക്കാടിൻ്റെ സംക്രാന്തി, രണ്ടും കുട്ടനാട് പ്രദേശങ്ങളെ ആസ്പദമാക്കി എഴുതപ്പെട്ടിട്ടുള്ള കൃതികളാണ്. അതുപോലെ തന്നെ ധാരാളം കൃതികൾ ഇനിയും കർഷക തൊഴിലാളികളെക്കുറിച്ച് മാത്രമല്ല, അടിസ്ഥാന ജനവിഭാഗങ്ങളെക്കുറിച്ചുള്ള സാഹിത്യരചനകൾ, നാടകങ്ങളും സിനിമകളും ഒക്കെ തന്നെ ഉണ്ടാകേണ്ടതുണ്ട്. അതിനുവേണ്ടി ഉള്ള ഒരു പരിശ്രമം കൂടി നമ്മുടെ കർഷക തൊഴിലാളി മാസികയുടെ ഭാഗത്തുനിന്നുണ്ടാകണം. കേരള പുരസ്കാരം എന്ന് ലഭിച്ചിട്ടുള്ളത് നമ്മുടെ പ്രിയപ്പെട്ട VS അച്യുതാനന്ദനാണ്. അദ്ദേഹത്തെക്കുറിച്ച് ഞാൻ എന്തെങ്കിലും വിശദീകരിക്കേണ്ട കാര്യമില്ല. നമ്മുടെ എല്ലാവരുടെയും ജീവിതം, നമ്മളൊക്കെ ഇന്ന് ജീവിക്കുന്ന ഈ ജീവിതം ഇങ്ങനെ മാറ്റി തീർക്കുന്നതിൽ വലിയ പങ്കുവഹിച്ച ആരാധ്യനായ കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരി, വാസ്തവത്തിൽ സാഹിത്യകാരന്മാരൊക്കെ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഈ പരിസ്ഥിതി എന്ന് പറയുന്ന പ്രശ്നം, അതുപോലെ തന്നെ നെൽവയലുകൾ, കൃഷി, അതൊക്കെ സംരക്ഷിക്കുന്നതിന് വേണ്ടി അദ്ദേഹം നടത്തിയ പോരാട്ടം, നെൽവയൽ സംരക്ഷിക്കുന്നതിന് വേണ്ടി നടത്തിയ പ്രക്ഷോഭത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന് നമ്മുടെ മാധ്യമങ്ങൾ, ഒരു കാലഘട്ടത്തിൽ അദ്ദേഹത്തെ വേട്ടയാടിയിരുന്ന മാധ്യമങ്ങൾ
വെട്ടിനിരത്തലുകാരൻ എന്നുള്ള പേര് കൊടുത്തത്. ഇന്ന് കേരളത്തിൻ്റെ പ്രകൃതിയിലൂടെ നെൽപ്പാടങ്ങളുടെ ഇടയിലൂടെയൊക്കെ സഞ്ചരിക്കുമ്പോൾ ആ വെട്ടിനിരത്തലുകാരനെ നമ്മൾ ഓർമ്മിക്കും. കാരണം അതിനുശേഷമാണ് കുറച്ചെങ്കിലും കൃഷിഭൂമി നമുക്ക് സംരക്ഷിക്കാൻ കഴിഞ്ഞത്. അപ്പോൾ അദ്ദേഹത്തിന് നൽകുന്ന പുരസ്കാരം, അതുപോലെ തന്നെ ഇവിടെ സാഹിത്യ പുരസ്കാരങ്ങൾ നേടിയ എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നന്ദി സർ. കേരള സാഹിത്യ പുരസ്കാരം പ്രബന്ധ വിഭാഗത്തിൻ്റെ ജൂറി ചെയർമാൻ പ്രൊഫസർ വി കാർത്തികേയൻ നായരായിരുന്നു. ജൂറി അംഗങ്ങളായി ശ്രീമതി ആർ പാർവതി ദേവിയും ശ്രീ വി ബി പരമേശ്വരനും പ്രവർത്തിച്ചു. പുരസ്കാര സമ്മേളനത്തിൽ ആശംസ അർപ്പിക്കാൻ പ്രൊഫസർ വി കാർത്തികേയൻ നായരെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ആദരണീയനായ ശ്രീ എം വി ഗോവിന്ദൻ മാസ്റ്റർ, ഈ യോഗം ഉദ്ഘാടനം ചെയ്യുകയും പുരസ്കാര വിതരണം നിർവഹിക്കുകയും ചെയ്ത ആദരണീയനായ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ, വേദിയിലും സദസ്സിലുമുള്ള ആദരണീയരെ സുഹൃത്തുക്കളെ, സ്വാതന്ത്ര്യലബ്ധിയുടെ 75 വർഷങ്ങൾ എന്നതായിരുന്നു പ്രബന്ധത്തിൻ്റെ വിഷയം. അതിൻ്റെ ജൂറി അംഗങ്ങളായിരുന്നു ഞാനും വി ബി പരമേശ്വരനും ശ്രീമതി ആർ പാർവതി ദേവിയും. ഞങ്ങൾ സൂക്ഷ്മമായ പരിശോധനയ്ക്ക് ശേഷമാണ് ഈ ജേതാക്കളെ കണ്ടെത്തിയത്. അതിലൊന്നാം സ്ഥാനം കിട്ടിയിരിക്കുന്ന രാജേന്ദ്രൻ, രണ്ടാം അല്ലെങ്കിൽ പ്രോത്സാഹനത്തിന് അഭിനന്ദകുമാരി നീലിമാവാസനും അവർക്ക് ഞാൻ എല്ലാവിധ ആശംസകളും അനുമോദനങ്ങളും അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ കവിതയിലും കഥയിലും പുരസ്കാരങ്ങൾ നേടിയവരെയും ഞാൻ അനുമോദിക്കുന്നു, അവർക്ക് അഭിവാദ്യങ്ങൾ നേരുന്നു. 8 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് കർഷക തൊഴിലാളിയുടെ ശമ്പളം 8 ചക്രമായിരുന്നു. 28 ചക്രമാണ് 1 രൂപ. അന്ന് 8 ചക്രത്തിൽ നിന്നും ഇന്ന് 1000 രൂപയിൽ 900 രൂപയിലേക്കോ 1000 രൂപയിലേക്കോ കർഷക തൊഴിലാളിയുടെ ശമ്പളം മാറ്റിയെടുക്കാൻ കഴിഞ്ഞുവെങ്കിൽ അത് സഖാവ് വി എസ് അച്യുതാനന്ദൻ തുടങ്ങി വെച്ച പോരാട്ടത്തിൻ്റെ ബാക്കി പത്രമാണ്. 1950 എൻ്റെ ഗ്രാമത്തിൽ ആനാവൂർ വില്ലേജിൽ കോരണങ്കോട് ദേശത്ത് വള്ളിച്ചിറയിൽ ഒരു കർഷക തൊഴിലാളി സമരം നടന്നിരുന്നു. അന്ന് അണക്കണക്കാണ്. സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ചക്രം പോവുകയും അണ തിരിച്ചു വരികയും അണ വരികയും ചെയ്തു. 16 അണ 1 രൂപ. അന്ന് 8 അണയായിരുന്നു ശമ്പളം. ആ 8 അണ 1 രൂപയാക്കി മാറ്റണം എന്നുള്ള സമരവുമായിട്ടാണ് ആ കർഷക തൊഴിലാളി സമരം തുടങ്ങിയത്. ഇന്ത്യൻ നാവികസേനയിൽ റോയൽ ഇന്ത്യൻ നേവിയിൽ ലഹള സംഘടിപ്പിച്ച കമ്മ്യൂണിസ്റ്റുകാരിലൊരാളായിരുന്ന കുമാർ ആനന്ദായിരുന്നു ആ സമരത്തിന് തിരിച്ചു വന്ന് നേതൃത്വം കൊടുത്തത്. ആ സമരം അടിച്ചമർത്തപ്പെട്ടു, ചില ആൾക്കാരവിടെ കൊല്ലപ്പെട്ടുമൊക്കെ സംഭവിച്ചു. പക്ഷേ ഇന്നിപ്പോൾ കർഷക തൊഴിലാളികൾക്ക് മാന്യമായ വേതനം കിട്ടുന്ന സംസ്ഥാനമായി കേരളം മാറിയിരിക്കുന്നു. മാത്രമല്ല, കേരളത്തിലെ ഏത് മേഖലയിൽപ്പെട്ട ജീവനക്കാരനും അല്ലെങ്കിൽ തൊഴിലാളിക്കും മെച്ചപ്പെട്ട ശമ്പളവും ജീവിത സാഹചര്യവും കിട്ടുന്നുണ്ട്. എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്തിട്ടുള്ള 45 ലക്ഷം പേരെന്നാണ് തൊഴിൽ വകുപ്പിൻ്റെ കണക്ക്. എന്നാൽ 30 ലക്ഷം പേർ ഇതര സംസ്ഥാന തൊഴിലാളികൾ, നമ്മൾ അതിഥി തൊഴിലാളി എന്ന് വിളിക്കുന്നവർ കേരളത്തിൽ പ്രവർത്തിക്കുന്നു. എന്തുകൊണ്ട് ഇവർ കേരളത്തിലേക്ക് വരുന്നു? കേരളം അവർക്ക് സ്വർഗമാണ്. കേരളത്തിൽ അവർക്ക് മെച്ചപ്പെട്ട വേതനം കിട്ടുന്നു, ആരോഗ്യ പരിരക്ഷ കിട്ടുന്നു, തൊഴിലുറപ്പിൻ്റെ ഇടപെടലുണ്ടാകുന്നു, പിന്നെ പോലീസിൻ്റെ സഹായം ലഭിക്കുന്നു. അങ്ങനെ ഏത് മേഖലയിലും മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ഒരുക്കി കൊടുക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് കേരളത്തിൻ്റെ നേട്ടം. അതുകൊണ്ടാണ് കേരളം അവർക്ക് സ്വർഗം. ആ സ്വർഗത്തെ നശിപ്പിക്കാനും കട്ടുറുമ്പാകാനും ചിലർ ശ്രമിക്കുന്നുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം. കഴിഞ്ഞ നവംബർ 1 കേരളപ്പിറവി ദിനത്തിൽ മലയാള ഭാഷാ വാരാചരണത്തിൻ്റെ ഭാഗമായി GST ഭവനിൽ, ഇവിടെ കിള്ളിപ്പാലത്ത് പ്രവർത്തിക്കുന്ന GST ഭവനിൽ ഒരു പ്രസംഗത്തിന് എന്നെ ക്ഷണിച്ചു ആൾക്കാർ. അതിൻ്റെ കമ്മീഷണറായിരിക്കുന്നയാൾ IAS ഉദ്യോഗസ്ഥൻ മഹാരാഷ്ട്രക്കാരനാണ്. അദ്ദേഹം മലയാളത്തിലാണ് സംസാരിച്ചത്. ഞാൻ ഈ വിഷയം അവതരിപ്പിച്ചുകൊണ്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, മഹാരാഷ്ട്രയിലെ കർഷക തൊഴിലാളികളുടെ ശമ്പളം എത്രയാണെന്ന്. 450 രൂപയാണെന്ന് പറഞ്ഞു. അതിൻ്റെ ഇരട്ടിയാണ് ഇവിടെ കിട്ടുന്നത്. അങ്ങനെ ഇരട്ടിയാണ് ഇവിടെ കിട്ടുന്നതെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ശക്തമായി നിലനിൽക്കുന്നു എന്നുള്ളത് കൊണ്ടും 8 പതിറ്റാണ്ട് കാലം അതിൻ്റെ അമരക്കാരനായി നിന്നുകൊണ്ട് സഖാവ് VS ഉൾപ്പെടെയുള്ള നമ്മുടെ നേതാക്കൾ സമരം ചെയ്തുകൊണ്ടാണെന്നുള്ള കാര്യം നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. എന്തുകൊണ്ട് കേരളം ഇതര സംസ്ഥാനങ്ങളെക്കാൾ വ്യത്യസ്തമാകുന്നു എന്ന് ചോദിച്ചാൽ അത് കേരളത്തിൽ സമഗ്രമായൊരു ഭൂപരിഷ്കാരം, കാർഷിക ബന്ധ ബിൽ നടന്നു എന്നതുകൊണ്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. ഒരു കാര്യം കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഇപ്പോൾ പ്രശ്നസദൃശമായ കശ്മീർ എന്ന് പറയുന്ന സംസ്ഥാനത്തിൻ്റെ പദവി എടുത്തു കളഞ്ഞ് 2 യൂണിയൻ ഭരണപ്രദേശങ്ങളാക്കി. 1950 ഷേഖ് അബ്ദുള്ള അവിടുത്തെ പ്രധാനമന്ത്രിയായിരുന്നു. മുഖ്യമന്ത്രി പദം വന്നിട്ടില്ല. പ്രധാനമന്ത്രി ആയിരുന്നപ്പോൾ അദ്ദേഹം അവിടുത്തെ സെമീൻദാരി സമ്പ്രദായം, അതിന് പറഞ്ഞ ജാഗീർദാരി സമ്പ്രദായം അവസാനിപ്പിച്ചുകൊണ്ട് ഭൂപരിഷ്കാരം നടത്തിയിരുന്നു. അതിൻ്റെ ഫലമായി 7 ലക്ഷം പേർക്ക് ഭൂമി കിട്ടി. അതിൽ 2.5 ലക്ഷം പേർ പിന്നോക്കക്കാരും പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാരുമായിരുന്നു. ആ പരിഷ്കാരങ്ങളെല്ലാം തുടർന്ന് പിന്നെ അദ്ദേഹം പിന്നീട് മുഖ്യമന്ത്രിയായപ്പോൾ 1982 അദ്ദേഹം അന്തരിക്കുന്നതിന് മുമ്പ് ചില പരിഷ്കാരങ്ങളും കൂടെ നടത്തിയിരുന്നു. എന്നാൽ 2019 സംസ്ഥാനത്തിൻ്റെ പദവി എടുത്തു കളയുകയും
അവിടെ രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളാക്കുകയും ചെയ്തപ്പോൾ മോദി സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം ചെയ്തത് ഈ നിയമങ്ങളെല്ലാം റദ്ദാക്കുകയും പുതിയ ചില നിയമങ്ങൾ കൊണ്ടുവരികയും ചെയ്തിരിക്കുന്നു. ഇന്ത്യയുടെ ഇതര ഭാഗത്തു നിന്നും അവിടെ പോയി ആൾക്കാർക്ക് കാർഷികേതരമായ ആവശ്യത്തിന് വേണ്ടി ഭൂമി വാങ്ങാനും വ്യവസായങ്ങളും ടൂറിസം വ്യവസായം തുടങ്ങാനും സൗകര്യം ചെയ്തു കൊടുത്തിരിക്കുന്നു. എന്തുകൊണ്ട് ആ സംസ്ഥാനത്തെ ഇങ്ങനെ പദവിയിലേക്ക് എത്തിച്ചു, അല്ലെങ്കിൽ സംസ്ഥാന പദവി ഇല്ലാതാക്കി കേന്ദ്രഭരണ പ്രദേശമാക്കി എന്ന ചോദ്യത്തിന് ഒറ്റ ഉത്തരമേ ഉള്ളൂ. അത് ഭൂപരിഷ്കാരത്തിൻ്റെ പേരിൽ അവിടെ മാറ്റങ്ങൾ വരുത്തുകയും അവിടെ ഭൂമാഫിയാക്കർക്കും അല്ലെങ്കിൽ കോർപ്പറേറ്റുകൾക്കും കടന്നു ചെന്ന് വ്യവസായങ്ങൾ തുടങ്ങാനും ആ ഭൂമിയെ സ്വന്തമാക്കാനുള്ള അവസരം കൊടുക്കുകയും ചെയ്യുന്നതാണ്. കേരളത്തിലെ ഭൂപരിഷ്കാരത്തെ അട്ടിമറിക്കാനും കേരളത്തിൽ ഇടപെടാനും കോർപ്പറേറ്റുകളെ കൊണ്ടുവരാനും കൂടി വേണ്ടിയാണ് ഇവിടെ വന്ന് ചിലർ പ്രസംഗിക്കുന്നതെന്നും കേരളം നരകമാണ് എന്ന്, സ്വർഗമാണെന്ന് കരുതുന്ന 30 ലക്ഷം പേരുടെ മുമ്പിൽ ഇത് നരകമാണെന്ന് അവതരിപ്പിക്കാൻ കോർപ്പറേറ്റുകളും വാർത്താ മാധ്യമങ്ങളും ശ്രമിക്കുകയും ചെയ്യുന്ന കാര്യം ഓർത്തുകൊണ്ട് കർഷക തൊഴിലാളി മാസികയുടെ ഈ സ്ഥിരമായ പോരാട്ടം മുന്നോട്ട് പോകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പുരസ്കാരങ്ങൾ നേടി എല്ലാവരെയും അഭിവാദ്യം ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി സർ. നിരവധി ബഹുമാന്യ വ്യക്തിത്വങ്ങൾ വേദിയിലുണ്ട്. ഈ വൈകിയ വേളയിൽ അവരുടെ ആശംസകൾ നിങ്ങളെ അറിയിക്കുകയാണ്. പുരസ്കാര സമ്മേളനത്തിന് നന്ദി പ്രകാശിപ്പിക്കാൻ കർഷക തൊഴിലാളി യൂണിയൻ ജില്ലാ സെക്രട്ടറി കെ ശശാങ്കനെ ക്ഷണിക്കുന്നു. ബഹുമാന്യരെ, പ്രൗഢഗംഭീരമായ ഈ പുരസ്കാര സമർപ്പണ ചടങ്ങ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ ചടങ്ങിനെ അധ്യക്ഷനായിരുന്ന കർഷക തൊഴിലാളി മാസികയുടെ ചീഫ് എഡിറ്ററും കർഷക തൊഴിലാളി യൂണിയൻ്റെ അഖിലേന്ത്യാ വൈസ് പ്രസിഡൻറ്റുമായിട്ടുള്ള എൻ വി ഗോവിന്ദൻ മാസ്റ്ററെ ഈ സംഘാടക സമിതിയുടെ പേരിൽ നന്ദി പറയുകയാണ്. ഈ പുരസ്കാര സമ്മേളനം ഉദ്ഘാടനം ചെയ്ത, ഈ പുരസ്കാരങ്ങൾ വിതരണം ചെയ്ത കേരളത്തിൻ്റെ ആദരണീയനും ബഹുമാനീയനുമായിട്ടുള്ള മുഖ്യമന്ത്രി പിണറായി വിജയനെ സംഘടക സമിതിക്ക് വേണ്ടി നന്ദി പറയുകയാണ്. ഈ ചടങ്ങിൽ പങ്കെടുത്ത് നമ്മളോട് സംസാരിച്ച കേരള പുരസ്കാര ജൂറി കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായിട്ടുള്ള മുൻ മന്ത്രി എം എ ബേബിയെ ഈ സംഘാടക സമിതിക്ക് വേണ്ടി നന്ദി പറയുകയാണ്. ഈ ചടങ്ങിൽ സംസാരിച്ച അഖിലേന്ത്യാ കർഷക തൊഴിലാളി യൂണിയൻ്റെ പ്രസിഡന്റ് കൂടിയായിട്ടുള്ള എ വിജയരാഘവനെ സംഘാടക സമിതിക്ക് വേണ്ടി നന്ദി പറയുകയാണ്. ഈ ചടങ്ങിൽ സംബന്ധിച്ച് ഉത്തരവാദിത്തങ്ങൾ നിർവഹിച്ച കർഷക തൊഴിലാളി യൂണിയൻ്റെ സംസ്ഥാന പ്രസിഡന്റ് NR ബാലനെ സംഘാടക സമിതിക്ക് വേണ്ടി നന്ദി പറയുകയാണ്. കർഷക തൊഴിലാളി യൂണിയൻ്റെ കേരള സംസ്ഥാന ജനറൽ സെക്രട്ടറി N ചന്ദ്രൻ സഖാവിനെ സംഘാടക സമിതിക്ക് വേണ്ടി നന്ദി പറയുകയാണ്. ഈ ചടങ്ങിൽ പങ്കെടുത്ത കർഷക തൊഴിലാളി യൂണിയൻ്റെ കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റി അംഗമായിട്ടുള്ള സഖാവ് PK ബിജു, കർഷക തൊഴിലാളി യൂണിയൻ്റെ കേരള സംസ്ഥാന സെക്രട്ടറി ആയിരുന്ന സഖാവ് CT കൃഷ്ണൻ, കർഷക തൊഴിലാളി യൂണിയൻ്റെ സംസ്ഥാന ട്രഷറായിട്ടുള്ള സഖാവ് ദേവദർശൻ, കർഷക തൊഴിലാളി യൂണിയൻ്റെ അഖിലേന്ത്യാ വർക്കിംഗ് കമ്മിറ്റി ആയിട്ടുള്ള സഖാവ് OS അംബിക MLA, കർഷക തൊഴിലാളി യൂണിയൻ്റെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി സഖാവ് N രതീന്ദ്രൻ, കർഷക തൊഴിലാളി യൂണിയൻ്റെ കേന്ദ്ര വർക്കിംഗ് കമ്മിറ്റി അംഗം സഖാവ് കോമളകുമാരി, ഇവർക്കെല്ലാം സംഘാടക സമിതിയുടെ പേരിൽ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. ഈ പുരസ്കാര സമർപ്പണ ചടങ്ങിൽ പങ്കെടുത്ത് സംസാരിച്ച ജൂറി ചെയർമാനായിട്ടുള്ള ശ്രീ അശോകൻ ചെരുവിൽ, പ്രൊഫസർ കാർത്തികേയൻ സാർ, ജൂറി അംഗമായിട്ടുള്ള ശ്രീമതി വിജയലക്ഷ്മി, ശ്രീമതി R രാജശ്രീ, ശ്രീമതി R പാർവതി ദേവി,
എന്നിവർക്കും സംഘാടക സമിതിയുടെ പേരിലുള്ള നന്ദി അറിയിക്കുകയാണ്. ഈ ചടങ്ങിൽ സംബന്ധിച്ച CPIM-ൻ്റെ ജില്ലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള വി ജോയിയെ സംഘാടക സമിതിയുടെ പേരിൽ നന്ദി പറയുന്നു. തിരുവനന്തപുരം മേയർ ശ്രീമതി ആര്യ രാജേന്ദ്രന് സംഘാടക സമിതിയുടെ പേരിൽ നന്ദി പറയുന്നു. ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ഈ ചടങ്ങ് വിജയിപ്പിക്കുന്നതിന് വേണ്ടി ഞങ്ങളെ സഹായിച്ച എല്ലാവരുടെയും പേര് പറയുന്നില്ല. നിരവധി പ്രവർത്തകരും നേതാക്കന്മാരുമായിട്ടുള്ളവരുണ്ട്. DYFI രംഗത്തു നിന്നുള്ളവർ ഞങ്ങളെ സഹായിച്ചു. പുരോഗമന കലാസാഹിത്യ സംഘത്തിൻ്റെ രാഹുലിനെ പോലുള്ളവർ സഹായങ്ങൾ നൽകി. സർവീസ് സംഘടന നേതാക്കന്മാർ ശ്രീ അനിലുണ്ട്, ബിജുദാസ് ഉണ്ട്. അങ്ങനെ നിരവധി പേർ, എല്ലാവരുടെയും പേരുകൾ ഞങ്ങൾ പറയുന്നില്ല. നിരവധി പേർ ഈ ചടങ്ങ് വിജയിപ്പിക്കുവാൻ വേണ്ടി ഞങ്ങളെ സഹായിച്ചിരുന്നു. അവർക്കെല്ലാം സംഘാടക സമിതിയുടെ പേരിൽ നന്ദി പറയുകയാണ്. ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചതിന് നിരവധി ആൾക്കാർ ഈ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. അവർക്കെല്ലാവർക്കും സംഘാടക സമിതിയുടെ പേരിൽ നന്ദി പറയുകയാണ്. നമ്മുടെ സംഘടനയുടെ സംസ്ഥാന ജില്ലാ നേതാക്കന്മാരും പ്രവർത്തകരുമായിട്ടുള്ള നിരവധി പേർ ഈ ചടങ്ങിന് സംബന്ധിച്ചിരുന്നു. അവർക്കും സംഘാടക സമിതിയുടെ നന്ദി പറയുകയാണ്. ഈ ചടങ്ങിൽ സാംസ്കാരിക പരിപാടി അവതരിപ്പിച്ച പ്രവർത്തകരുണ്ട്, കലാകാരന്മാരുണ്ട്. അവർക്കും സംഘാടക സമിതിയുടെ പേരിലെ നന്ദി അറിയിച്ചുകൊണ്ട് പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അഭിവാദ്യങ്ങൾ. KSKTU കർഷക തൊഴിലാളി മാസിക കേരള പുരസ്കാരം, കേരള സാഹിത്യ പുരസ്കാര സമർപ്പണ ചടങ്ങ് ഇവിടെ പൂർണ്ണമാകുന്നു. യോഗ നടപടികൾ അവസാനിച്ചതായി